ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ, അധ്യായം 15. ഇത്തവണ ശൗരിക്കുട്ടി ജർമ്മിച്ചായനെ സമീപിച്ചത് വ്യത്യസ്തമായ ഒരാവശ്യവുമായിട്ടാണ്. ജർമ്മിച്ചായൻ വലമാടിക്കൊണ്ട് കട്ടപ്പുറത്ത് കയറ്റിവെച്ച വള്ളത്തിൻ്റെ തണലിലിരിക്കുകയായിരുന്നു. എനിക്ക് നീന്തണം. അവൻ കടലിന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കടലിൽ പോയി നീന്തണം. കടലിൽ പോയി നീന്താനോ? ഇത്രയില്ലാത്ത നീയോ? നീ വല്ല കുളത്തിലോ ചെറയിലോ ചാടി നീന്തം പഠിക്കുക. എന്നെ പഠിപ്പിക്കാവോ? ഞാനോ? എനിക്ക് വേറെ പണിയുണ്ട് കൊച്ചേ. നിന്നെ നീന്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പക്ഷേ ശൗരിക്കുട്ടി വിടാതെ കൂടി. ഒരു ദിവസമല്ല, പല ദിവസങ്ങളിൽ അവൻ ജർമ്മിച്ചായനെ സമീപിച്ച് ഒരേ ആവശ്യം തന്നെ പറഞ്ഞു. അവനെ നീന്തൽ പഠിപ്പിക്കാൻ വേറെ ആരുമില്ല. നിന്നെ നീന്തം പഠിപ്പിച്ച നീ എനിക്ക് എന്നാ തരും? ജർമ്മിച്ചായൻ ചോദിച്ചു. കടലിൽ പോകുമ്പോൾ മീൻ പിടിച്ചു കൊണ്ടുവന്ന് തരാം എന്നായിരുന്നു അവൻ്റെ മറുപടി. നീ ഇനി ഏത് കാലത്ത് കടലിൽ പോകാനാ? നിനക്കതിനുള്ള ഏക്കമുണ്ടോ? കുറഞ്ഞത് 10 വയസ്സെങ്കിലും കഴിയണം മോനെ. ഈ ജർമ്മയുണ്ടല്ലോ, 12-ാം വയസ്സിൽ കടലിപ്പണിക്ക് ഇറങ്ങിയവനാ. ശൗരിക്കുട്ടി പഴയ ആവശ്യത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. കടലിൽ അവന് നീന്തൽ അഭ്യസിക്കണം. കടലിനെ അവൻ്റെ കളിച്ചങ്ങാതിയാക്കി മെരുക്കാൻ നീന്തൽ പഠിച്ചേ തീരൂ. അമ്മ അവനെ ചിറയിൽ വിടാത്തത് നീന്തൽ അറിയാഞ്ഞിട്ടാണ്. തോട്ടിലും കുളത്തിലും ചൂണ്ടയിടാൻ വിടാത്തത് അവന് നീന്തൽ അറിയാഞ്ഞിട്ടാണ്. പല കാലങ്ങളിൽ പല ചിറകളിലും കുളങ്ങളിലും കുട്ടികൾ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഒടുക്കം കാര്യമായ പണിയൊന്നുമില്ലാതിരുന്ന ഒരു വൈകുന്നേരം ജർമ്മിച്ചായൻ ശൗരിയുടെ നിർബന്ധത്തിനു വഴങ്ങി അവൻ്റെ കൈ പിടിച്ച് കടലിലേക്ക് നടത്തിക്കൊണ്ടുപോയി. തിരമാല അവൻ്റെ കാൽമുട്ടിൽ വന്നിടിച്ചു. ഇറങ്ങിയപ്പോൾ അവൻ്റെ തുടകളിൽ ആഞ്ഞടിച്ചു. പിന്നെ അത് കഴുത്തൊപ്പമായി. ജർമ്മിച്ചായൻ നിൽക്കുന്നേയില്ല. അയാളുടെ അരയൊപ്പം വെള്ളമായി. അടുത്ത തിര മൂരിക്കൂറ്റിനെ പോലെ പാഞ്ഞു വന്നപ്പോൾ ജർമ്മിച്ചായൻ അവൻ്റെ ഇടത് കൈയിൽ മാത്രം മുറുകെ പിടിച്ചു. ശൗരിയുടെ കാലുകൾ നിലത്തുനിന്ന് ഇളകിപ്പോയി. തിര അവനെ എടുത്തുയർത്തി. ശൗരി 2 കവിൾ ഉപ്പുവെള്ളം കുടിച്ചു. അവൻ്റെ കണ്ണുകൾ നീറി. വലത്ത് കൈയും കാലുകളും വെള്ളത്തിലിട്ടടിച്ച് അവൻ ഉയർന്നു നിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ വന്ന തിരയിൽ അവൻ മലർന്നു മറിഞ്ഞുപോയി. ജർമ്മിച്ചായൻ അവൻ്റെ കൈയിലെ പിടുത്തം വിട്ടു. ഒരു പായ്ക്കുള്ളിലാക്കി തെറുക്കുന്ന പോലെ തിര അവനെ മടക്കിയെടുത്ത് മറിച്ച് കരയിലേക്ക് കൊണ്ടുപോയി. തിര പിൻവാങ്ങിയപ്പോൾ ശൗരി എഴുന്നേറ്റ് നിന്നു. വായിലെ ഉപ്പുവെള്ളം മൂക്കിലും നെറുകയിലും കയറി. അവന് ശ്വാസം മുട്ടി. ജർമ്മിച്ചായൻ കടലിൽ നെഞ്ചൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് ശൗരിയെ കൈകാട്ടി വിളിച്ചു. നീന്തം പഠിക്കണമെങ്കിൽ വാടാ. ശൗരിയുടെ ധൈര്യം പാതി പോയി കഴിഞ്ഞിരുന്നു. മടിച്ചു നിന്ന അവനോട് ജർമ്മിച്ചായൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് പഠിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും പഠിക്കത്തില്ല ശൗരിയെ. ശൗരിക്കുട്ടി ഭയം പിടിഞ്ഞു. കടലിലേക്ക് ഇറങ്ങിച്ചെന്നു. അരയപ്പം വെള്ളത്തിൽ തിരയടിയേറ്റ് അവൻ വീണു. എണീച്ചു വാടാ, ജർമ്മിച്ചായൻ വിളിച്ചു. ജർമ്മിച്ചായൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് വിളിക്കുന്നത്. ശൗരി എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും പിൻവാങ്ങിയ തിര അവനെ കടലിലേക്ക് വലിച്ചിഴച്ചു. മണലിൽ കൈകാലുകൾ പൂഴ്ത്തി കുനിഞ്ഞു നിന്നിട്ട് തിര വലിഞ്ഞപ്പോൾ വല്ല വിധേനയും അവൻ നിവർന്നു. നടന്നുവാടാ, ജർമ്മിച്ചായൻ വീണ്ടും വിളിച്ചു. അടുത്ത തിര മൂരിക്കൂറ്റിനെ പോലെ വരുന്നുണ്ടായിരുന്നു. മറിഞ്ഞു വീഴാതിരിക്കാൻ അവൻ ഓട്ടക്കുതിപ്പിന് നിൽക്കുന്ന പോലെ കാലുകൾ മണലിലൂന്നി നിന്നു. ഇത്തവണയും തിരയടിയേറ്റ് അവൻ മറിഞ്ഞു വീണു. തിര അവൻ്റെ മീതെ കൂടി കടന്നുപോയി. തിരത്തള്ളലിൽ അവനും കരയുടെ നേർക്ക് 10 അടിയോളം ഒഴുകിപ്പോയി. ഇത്തവണയും ഉപ്പുവെള്ളം കുടിച്ചു. കണ്ണിലും മൂക്കിലും വെള്ളം കയറി. തുമ്മി ശ്വാസം ഏങ്ങി വലിച്ചു. കരയിലേക്ക് അടിച്ചു കയറിയ തിര ശൗരിക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുൻപേ തിരിച്ചൊഴുകി. ശൗരിയുടെ ഉടലിന് കീഴിലെ മണൽ വാർന്നുപോയി. അതിനൊപ്പം അവനും കടലിലേക്കൊഴുകി. തൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് തടഞ്ഞ അവൻ്റെ ശരീരം ജർമ്മിച്ചായൻ വലിച്ചുപൊക്കി. അവൻ വിക്കുകയും ശ്വാസം ഏങ്ങി വലിക്കുകയും ചെയ്തു. അവൻ്റെ കണ്ണിൽ സങ്കടത്തിൻ്റെ ഉപ്പുനീരും കടലിൻ്റെ ഉപ്പുനീരും കൂടിക്കലർന്നു. അവൻ ജർമ്മിച്ചായനെയും കടലിനെയും മാറി മാറി നോക്കി. ഇനിയും നിനക്ക് നീന്തം പഠിക്കണോടാ. അടുത്ത മൂരി വരുന്നുണ്ട്. പക്ഷേ ജർമ്മിച്ചായൻ അതിലേക്ക് നോക്കുന്നു പോലുമില്ല. തിര അടിച്ചു വീഴ്ത്തുമെന്ന പേടി ജർമ്മിച്ചായനില്ല. പഠിക്കണം. അവൻ പിന്മാറാൻ മനസ്സില്ലാതെ പറഞ്ഞു. ജർമ്മിച്ചായൻ അവനെ മൂരിക്കൂറ്റൻ്റെ തോളത്തേക്ക് വച്ചുകൊടുത്തു. തിര അവനെ ചുമലിലിരുത്തിക്കൊണ്ട് മണൽത്തിട്ടയിൽ ചെന്നൊടിഞ്ഞു വീണു. അക്കൂട്ടത്തിൽ ശൗരിയും വീണു. മുൻപത്തെ പോലെയല്ല. ശൗരി പെട്ടെന്ന് പിടഞ്ഞെണീറ്റു. തിരികെ വരുന്ന തിരയിൽ ഒലിച്ചു പോകാതെ അവൻ കാല് രണ്ടും മണലിലൂന്നി. കാലിനടിയിൽ നിന്ന് മണൽ വാർന്നു പോകുന്നതോടൊപ്പം അവൻ്റെ പാദങ്ങൾ കണങ്കാലിൻ്റെ പാതി വരേക്കും മണലിൽ പൊതിഞ്ഞു നിന്നു. ജർമ്മിച്ചായൻ കൈയടിച്ച് അഭിനന്ദിച്ചു. അങ്ങനെ പിടിച്ചു നിൽക്കണം. നീ 1-ാം പാഠം പഠിച്ചു. ശൗരിക്ക് സന്തോഷം തോന്നി. അവൻ ജർമ്മിച്ചായൻ്റെ അടുത്തേക്ക് വീണ്ടും നീങ്ങി. ഇത്തവണ ചെറിയൊരു തിരയാണ് വന്നത്.
അടിയേറ്റ് വീഴാതിരിക്കാൻ അവൻ കാലുകളുറപ്പിച്ച് തലയെടുത്ത് നെഞ്ച് മുന്നോട്ട് തള്ളി അഭ്യാസക്കാരനെ പോലെ നിന്നു. തലയ്ക്ക് മേലെ തിര വരുമ്പോൾ ഒന്ന് കുനിഞ്ഞു കൊടുത്തേക്കണം. ഉറപ്പിച്ച കാല് പറിക്കരുത്. തിരയങ്ങ് പൊയ്ക്കൊള്ളും, ജർമ്മിച്ചായൻ പറഞ്ഞു. തിര കടലിലോട്ട് വലിയുമ്പം പിൻകാല് നല്ലപോലെ ഊന്നി മുൻകാല് കുതിക്കാൻ പാകത്തെ കരയ്ക്കോട്ട് അഞ്ഞ് പതിഞ്ഞു നിൽക്കണം. കാല് പറഞ്ഞ് ഒഴുകിപ്പോകരുത്. അരയപ്പം വെള്ളത്തിലേക്ക് കയറി നിന്നിട്ട് ജർമ്മിച്ചായൻ അവന് കാട്ടിക്കൊടുത്തു. തിര വരുമ്പോൾ അതിനെതിരെ നിൽക്കേണ്ടത് എങ്ങനെയെന്നും തിര വലിയുമ്പോൾ ഉൾവലിവിൽപ്പെടാതെ നിൽക്കേണ്ടത് എങ്ങനെയെന്നും പിന്നീട് ഓരോ തിര വരുമ്പോഴും അത് പരീക്ഷിച്ചു നോക്കാൻ നിർദ്ദേശം നൽകി. അസ്തമയ സൂര്യൻ കടലിൽ മറയുന്നതുവരെ ശൗരി തിരകളോട് മല്ലുപിടിച്ചു. ഭൂമിയിൽ വെളിച്ചം മങ്ങിത്തുടങ്ങിയപ്പോൾ ജർമ്മിച്ചായൻ അവനോട് പറഞ്ഞു, മതി കടലിൽ കളിച്ചത്, കേറിക്കോ. മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ കരയ്ക്ക് കയറിയത്. തിരച്ചങ്ങാതിമാരുടെ വലുപ്പച്ചെറുപ്പങ്ങൾ അവന് മനസ്സിലായി. അവരോട് എങ്ങനെ ഇടപെടണമെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഒരു തിരയിടിയേറ്റ് വീണാലും അവനെ ഒഴുക്കിൽപ്പെടുത്താൻ തിരയ്ക്ക് കഴിയില്ല. പിൻവലിയുമ്പോൾ അവനെ കടലിലേക്ക് വലിച്ചെടുക്കാനും പറ്റില്ല. തിരയോട് നിൽക്കേണ്ടതെങ്ങനെയെന്ന് അവൻ പഠിച്ചു കഴിഞ്ഞു. ജർമ്മിച്ചായൻ അവനെയും കൂട്ടി ചായക്കടയിലെത്തി. എമിലി കച്ചവടം മതിയാക്കി പാത്രങ്ങൾ വാരി കുട്ടകളിൽ അടുക്കുകയായിരുന്നു. എമിലി, നിന്റെ മോനെ നീന്തം പഠിപ്പിക്കുക ഞാൻ, ജർമ്മിച്ചായൻ പറഞ്ഞു. എവിടെ? കടലില്ല? അവന് കടലിൽ പഠിക്കണമെന്ന്. വേണ്ട ജർമ്മിച്ചായ, അവനാദ്യം കരയ്ക്കൂടെ നടക്കാൻ പഠിക്കട്ടെ. എമിലി, ഇവനെ നിനക്ക് നിന്റെ വഴിക്ക് നടത്താൻ പറ്റത്തില്ല. ഇവൻ്റെ വഴിക്ക് നീ നടന്നോണം. ഇവനൊന്ന് തീരുമാനിച്ച അതിന്ന് മാറ്റം നോക്കണ്ട. ഇത് കൊമ്പന. എമിലി പേടിയോടെയാണ് മകൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവൻ മത്തുപിടിച്ച പോലെ നിൽക്കുകയാണ്. ഇവനെ കടലിൽ പണിക്ക് വിടാണ്ട് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് എന്തെങ്കിലും ഉദ്യോഗത്തിന് വിടണമെന്ന ജർമ്മിച്ചായ എൻ്റെ മനസ്സിലിരിപ്പ്. ജർമ്മിച്ചായൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നീ അതൊന്നും ഇപ്പോഴേ കണക്ക് കൂട്ടണ്ട എമിലി, നടക്കത്തില്ല. ഇവൻ അസല് മുക്കുവനാ. ഇവൻ കടലിലോട്ട് നോക്കുന്ന നോട്ടം കാണുമ്പോൾ അറിയാം അവൻ്റെ രാജ്യം അതാണെന്ന്. എമിലി തൻ്റെ മകനെ നോക്കി നെടുവീർപ്പിട്ടു. ഇവന് മാത്രം എങ്ങനെ വന്നു കടലിനോട് ഇത്ര സ്നേഹം? കടലിൽ പണിക്ക് പോകുന്നവനായിരുന്നു ആഞ്ചലോസ്. എന്നിട്ടും ഡെന്നിച്ചിന് കടലിനോട് യാതൊരു താല്പര്യവുമില്ല. പേടിക്കണ്ട എമിലി, ഇവൻ കടലിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന് തന്നോളും നിനക്ക്. ജർമ്മിച്ചായൻ പോയി. പിന്നീട് ജർമ്മിച്ചായൻ വള്ളങ്ങൾ വരുന്നതും കാത്ത് കടൽക്കര ഇരിക്കുമ്പോഴെല്ലാം ശൗരിക്കുട്ടി അയാളെ തേടിയെത്തി നിർബന്ധിച്ച് കടലിലിറക്കി. അവൻ കടയിൽ നിന്ന് ബോണ്ടയും പരിപ്പുവടയും അച്ചപ്പവും എടുത്തുകൊണ്ടുവന്ന് ജർമ്മിച്ചായന് കൊടുത്തു. ഇടയ്ക്ക് ജർമ്മിച്ചായനെ ചായക്കടയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എമിലിയെ കൊണ്ട് ചായ കുടിപ്പിച്ചു. അതൊക്കെയായിരുന്നു ജർമ്മിച്ചായന് അവൻ നൽകി വന്ന ഫീസ്. ജർമ്മിച്ചായൻ നെഞ്ചപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽപ്പുണ്ടെങ്കിൽ ശൗരിക്കുട്ടിക്ക് കടലിൽ നീന്താൻ നല്ല ധൈര്യമാണ്. 4-5 തവണ നിലതെറ്റി ഒഴുകിപ്പോയപ്പോഴൊക്കെ ജർമ്മിച്ചായൻ നീന്തിയെത്തി അവനെ രക്ഷപ്പെടുത്തി. തിരകളോട് മല്ലിട്ട് അവൻ്റെ കൈകാലുകൾ നല്ലപോലെ ഉറച്ചു. സാധാരണ കുട്ടികൾ നടക്കുന്നത് പോലെയല്ല, ഉറച്ച കാൽവയ്പ്പുകളോടെയാണ് അവൻ്റെ നടത്ത. കടലിൽ നീന്താൻ ജർമ്മിച്ചായൻ പോകാത്ത ദിവസങ്ങളിൽ ശൗരിക്കുട്ടി അരികെ ചെന്നിരുന്ന് അയാളെക്കൊണ്ട് കടൽ കഥകൾ പറയിച്ചു. അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മീനുകളെക്കുറിച്ച്, കടലിലെ പാമ്പുകളെക്കുറിച്ച്, വിവിധതരം ഞണ്ടുകളെക്കുറിച്ചും മറ്റ് കടൽ ജീവികളെക്കുറിച്ചും, കടലിലെ രാത്രിയെക്കുറിച്ച്, കടലിലെ മഴയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും. അവൻ്റെ ജിജ്ഞാസയ്ക്ക് അവസാനമില്ല. ജർമ്മിച്ചായൻ തനിക്കറിയാവുന്നതെല്ലാം അവന് പകർന്നു നൽകി. കടലിലെ ചുഴികളെക്കുറിച്ചും മലരികളെക്കുറിച്ചും ഒഴുക്കുകളെക്കുറിച്ചും അവന് ഉദാഹരണ കഥകൾ സഹിതം വിവരിച്ചു കൊടുത്തു. ഒഴുക്കിനെതിരെയല്ല, ഒഴുക്കറിഞ്ഞാണ് നീന്തേണ്ടത്. കാറ്റിനെതിരെയല്ല, ഇഞ്ചൻ ഓടേണ്ടത്. കാറ്റിനെ അനുസരിച്ചാണ്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. അതിന് വഴങ്ങിക്കൊണ്ട് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ജർമ്മിച്ചായൻ പറയുമ്പോൾ അതെല്ലാം കൊച്ചു കൊച്ചു കഥകളാണ്. ഇന്നാളൊരിക്കൽ സേവാട്ടി ചൂണ്ടയ്ക്ക് പോയി. കാറ്റും കോളും വന്നപ്പോൾ ദിക്ക് തെറ്റി വടക്കോട്ട് മാറി ഒരു കരയ്ക്ക് അടുപ്പിക്കേണ്ടി വന്നു. അവൻ നോക്കുമ്പം അരയ്ക്കൊപ്പം വള്ളം കരയ്ക്കടുപ്പിക്കാൻ വേണ്ടി അവൻ വെള്ളത്തിൽ ചാടി. ചെളിയായിരുന്നു അടിയിൽ. അവിടെ നിന്നും മരിച്ചു. ശൗരിക്കുട്ടി കവിളത്ത് കൈയൂന്നി കേട്ടുകൊണ്ടിരിക്കും. എന്താ കാരണം? അടുത്തിട്ട് ചെളിയാണോ മണ്ണാണോ പാറയാണോ എന്ന് നോക്കിയില്ല. കടലിലിറങ്ങുമ്പോഴും പുഴയിലിറങ്ങുമ്പോഴും കായലിൽ ഇറങ്ങുമ്പോഴും കുളത്തിലിറങ്ങുമ്പോഴും ആ ഒരു കാര്യം നോക്കിയേക്കണം. അടുത്തിട്ട് ചെളിയാണോന്ന്. കാലൂന്നിയല്ല നോക്കേണ്ടത്, കമ്പ് കുത്തി നോക്കണം. മനസ്സിലായോ? ശൗരിക്കുട്ടിക്ക് മനസ്സിലാകും ജർമ്മിച്ചായൻ പറഞ്ഞാൽ. കാൽനടയ്ക്ക് നടക്കുമ്പം എപ്പോഴും ഒരു വടി ചെത്തിമിനുക്കി കയ്യിൽ വെച്ചോണം. ഊന്നുവടി പോലെ ഒരെണ്ണം. താരിട്ട റോഡെ നടക്കുമ്പോഴല്ല,
നിന്നെപ്പോലെയും എന്നെപ്പോലെയും കടപ്പുറത്തും കായലരികത്തും കുറ്റിക്കാട്ടിലും നാട്ടുവഴിയിലും നടക്കുന്ന ഒരുത്തൻ ഒരു പട്ടി കടിക്കാൻ വന്ന വീശി ഓടിക്കാം. ഒരു പാമ്പിനെയോ തേളിനെയോ പഴുതാരയെയോ കണ്ട തോണ്ടിക്കളയോ തല്ലിക്കൊല്ലോ ചെയ്യാം. ഒരു ശത്രു തല്ലാൻ വന്ന അതുകൊണ്ട് നേരിടാം. പുല്ലോ ചെടിയോ മുൾപടർപ്പോ വകഞ്ഞു മാറ്റാം. അങ്ങനെ ഒരു പടിക്ക് 100 കൂട്ടം ഉപകാരങ്ങളാ. ഞാൻ എപ്പോഴും ഒരു വടിയും കൊണ്ട് നടക്കണത് എന്തിനാ? അതില്ലാണ്ട് നടക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ശീലമായതുകൊണ്ടാ. നീ ഇപ്പം കൊച്ചാ, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്നെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനീ പറഞ്ഞത് ഓർമ്മ വെച്ചോ. അങ്ങനെ ആഴ്ചകൾ പോകവേ ഒരു ദിവസം ശൗരിക്കുട്ടി എമിലിയെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തിരവന്ന് കാലിൽ തൊടുന്നെടുത്ത് അവളെ നിർത്തി. അവൻ്റെ മഞ്ഞ ബനിയനഴിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതെന്തിനാ? നീ എന്ത് ചെയ്യാൻ പോണു ശൗരിക്കുട്ടി? അമ്മ ഇവിടെ നിൽക്ക്, ശൗരിക്കുട്ടി പറഞ്ഞു. എന്നിട്ട് കടലിലേക്ക് ഒരൊറ്റ ഓട്ടം. എമിലി നെഞ്ഞത്ത് കൈവച്ചു പുണ്യാളച്ചനെ വിളിച്ചു. കരയിലേക്ക് പായ തെറുക്കും പോലെ വന്ന തിരയിലേക്ക് ശൗരിക്കുട്ടി കൈകൾ വിരിച്ചു ചാടി. എമിലിയുടെ തൊണ്ടയിലെ വെള്ളം പറ്റി. ശൗരിക്കുട്ടിയെ കാണാനില്ല. എമിലിയുടെ ചങ്കിടിപ്പ് എമിലിക്ക് തന്നെ കേൾക്കാമെന്നായി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ 4 മാറ് ദൂരെ ഒരു നീർനായ പൊന്തും പോലെ ശൗരിയുടെ തല പൊന്തി. ശൗരിക്കുട്ടി, മോനെ, എമിലി അലറി വിളിച്ചു. ശൗരിക്കുട്ടിയെ വീണ്ടും കാണാതായി. ഒരു തിരയൊടിവിനപ്പുറം വീണ്ടും അവൻ്റെ തല പൊന്തി. അവൻ നീന്തുകയാണ്. ഒരു 10 വള്ളപ്പാട് അകലെ എത്തിക്കഴിഞ്ഞു. തിര മൂരിയിട്ട് വരുമ്പോൾ അവൻ മുങ്ങിക്കളയുന്നു. വീണ്ടും പൊന്തുന്നു. വെള്ളത്തിനു മീതെ മലർന്നു കിടന്നു തല കുത്തി മറിയുന്നു. മൂരി വരുമ്പോൾ കുതിരപ്പുറത്തെന്ന പോലെ അതിനു മീതെ കയറിയിരിക്കുന്നു. ഒരു 20 മിനിറ്റ് നേരം ശൗരിക്കുട്ടി എമിലിയെ മുൾമുനയിൽ നിർത്തി. ഒടുവിൽ ഒരു കൈ ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ കൈകൊണ്ട് നീന്തി അവൻ കരയ്ക്കെടുത്തു. എമിലിയുടെ മുൻപിലേക്ക് വന്ന് എളിക്ക് 2 കൈ ഊന്നി നിന്ന് അവൻ ചോദിച്ചു, ഞാൻ നീന്താൻ പഠിച്ചത് അമ്മ കണ്ട? എമിലി ഒന്നും പറയാതെ അവനെ ചേർത്ത് പിടിച്ച് നനഞ്ഞ തലയിൽ തലോടി. നീ എന്തിനാ ഇപ്പം ഇങ്ങനെ കാണിച്ചു തന്നെ? എമിലി ചോദിച്ചു. അമ്മയ്ക്ക് പേടിയല്ലേ? ഇനി പേടിച്ചണ്ട. ശരിയാണ്, ശൗരിക്കുട്ടി എങ്ങോട്ട് പോയാലും എമിലിക്ക് ഉൾപേടിയാണ്. അവൻ തോട്ടിൽ വീഴുമോ, കുളത്തിൽ മുങ്ങുമോ, കടലിൽ ഇറങ്ങിപ്പോകുമോ? തിരിച്ചു പോകുമ്പോൾ ശൗരി എമിലിയെ ജർമ്മിച്ചായൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തെങ്ങും തണലിൽ വല വിരിച്ചിട്ട് കേടുപോക്കുകയായിരുന്നു അയാൾ. ശൗരിക്കുട്ടി കടലിൽ ചാടി നീന്തിക്കാട്ടിയെന്ന് എമിലി പറഞ്ഞപ്പോൾ ജർമ്മിച്ചായൻ ചിരിച്ചു. ഇനി ഇവൻ പുറംകടലിൽ വീണാലും അവിടുന്ന് നീന്തി വരും. ഇനി പുഴക്കരയിലും കുളത്തിൻകരയിലും കടപ്പുറത്തും എമിലി അവനെ തിരക്കി നടക്കണ്ട. വെള്ളത്തിനോട് എങ്ങനെ കളിക്കണമെന്ന് അവൻ പഠിച്ചു കഴിഞ്ഞു. ഇവൻ ദക്ഷിണ പലതും തന്നാ? കടലിൽ പോകുമ്പോൾ മീൻ പിടിച്ചോണ്ട് വന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോടെ ശൗരിക്കുട്ടി? എമിലി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആം, ഒത്തിരി മീൻ പിടിച്ചോണ്ട് വന്നു കൊടുക്കും, ഒരു വള്ളം നിറച്ച്. ശൗരിക്കുട്ടി ആംഗ്യ വിക്ഷേപങ്ങളോടെ പറഞ്ഞു. അവനൊന്നും തന്നില്ലേലും വേണ്ടില്ല എമിലി, തരണമെന്ന് അവന് മനസ്സുണ്ടല്ലോ, അത് മതി, ജർമ്മിച്ചായൻ പറഞ്ഞു. സൈമൺ തരകൻ്റെ വിശാലമായ തെങ്ങും പറമ്പിൽ നിന്ന് ചൂട്ടും മടലും വലിച്ചുകൊണ്ടുവരാൻ കുഞ്ഞെണ്ണയ്ക്ക് സഹായത്തിന് ശൗരിയും പോയിട്ടുണ്ടായിരുന്നു. ഏക്കറുകളോളം വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന തെങ്ങും പറമ്പാണ്. അത് വെട്ടാതെയും കിളക്കാതെയും കള കയറി മൂടിയ സ്ഥിതിയിലാണ്. കുറ്റിക്കാട് പോലെയായി. ഇതിനകത്തൂടെ നടക്കാൻ പേടിക്കണല്ല. കുഞ്ഞെണ്ണ പിറുപിറുത്തു. വേനൽക്കാലമായതിനാൽ കാട് പിടിച്ച തെങ്ങും പറമ്പ് വാടിയ മട്ടിലാണ് കിടപ്പ്. കുഞ്ഞെണ്ണ മുന്നിലും ശൗരി പുറകിലുമായി മടലും വലിച്ചുപാരി വരുന്നതിനിടയിൽ കുഞ്ഞെണ്ണയുടെ മുൻപിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞുപോയി. ദേ പാമ്പ്! കുഞ്ഞെണ്ണ ഞെട്ടി വിളിക്കുന്നത് കേട്ട് ശൗരിയും നോക്കി. വലിയൊരു പാമ്പ് കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞു പോകുന്നത് അവൻ കണ്ടു. ഇതെല്ലാം ഒന്ന് വെട്ടി തീയിട്ടിരുന്നെങ്കിൽ പാമ്പിൻ്റെ ശല്യം തീർന്നേനെ. എവിടെ നോക്കിയാലും പാമ്പാ. വെല്ലുമ്മച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ശൗരിക്കുട്ടിക്കും തോന്നി. വീടിൻ്റെ പിന്നാമ്പുറത്ത് മടലും ചൂട്ടും വെട്ടിക്കൂട്ടിയിട്ട ശേഷം കുഞ്ഞെണ്ണ ചായക്കടയ്ക്ക് പോയി. അവിടെ വിൻസിയും എമിലിയും കൂടി മീൻപിടുത്തക്കാർക്കും കോരുകാർക്കും കഞ്ഞി വിളമ്പുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് വിൻസി പാത്രങ്ങളെല്ലാം കുട്ടയിലാക്കി കഴുകാൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. അവൾ പിന്നാമ്പുറത്ത് എത്തിയപ്പോൾ ശൗരിക്കുട്ടി തെങ്ങും മടലിൻ്റെ ഉണങ്ങിയ കുറച്ച് ഓലക്കഷത്തിൽ വെച്ച് തെങ്ങും പറമ്പിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അവൻ എന്തു ചെയ്യാനാണ് പോകുന്നതെന്ന് വിൻസി നോക്കിക്കൊണ്ട് നിന്നു. അല്പസമയത്തിനുള്ളിൽ തെങ്ങും പറമ്പിൽ കാടും പടലും അടിഞ്ഞു കിടന്നിടത്തു നിന്ന് തീയും പുകയും കാണായി. വിൻസി നോക്കി നിൽക്കെ തീ ആളിപ്പടർന്നു. ശൗരിക്കുട്ടി കാറിക്കറിഞ്ഞ് ഓടി വരുന്നതും അവൾ കണ്ടു. മുറ്റത്തു വന്ന് ശൗരിക്കുട്ടി തിരിഞ്ഞു നോക്കി. തെങ്ങും പറമ്പിലൂടെ തീ പടരുകയാണ്. ശൗരിയുടെ കരച്ചിൽ കേട്ട് കടയിൽ നിന്ന് എമിലി വീടിന് നേർക്ക് ഓടി വന്നു. തെങ്ങും പറമ്പിൽ തീ ആളുന്നത് കണ്ട് അവൾ അന്താളിച്ചു. അയലത്തുകാരും ഓടി വന്നു. വിൻസിയെ, ശൗരി എന്തിനാ നൊലോളിക്കണേ? ചോദിച്ചു നോക്ക്, ദാ നിൽക്കണ.
എമിലി അരികെ ചെന്നപ്പോൾ അവൻ വലതു കൈ ഇടം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാണ് കരച്ചിൽ. എമിലി കൈവച്ച് പരിശോധിച്ചപ്പോൾ പൊള്ളലേറ്റെന്ന് മനസ്സിലായി. അവൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി പൊള്ളിയ കൈയിന്മേൽ വെള്ളമെടുത്ത് ധാരകോരി. ഇതിനിടയിൽ അയൽക്കാരിൽ ചിലർ വെള്ളമൊഴിച്ചും മണ്ണ് വാരിയെറിഞ്ഞും പച്ചത്തെങ്ങോല വെട്ടി തീക്ക് മീതെ തല്ലിയും തെങ്ങും പറമ്പിലെ തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തീ ആരുടെയും നിയന്ത്രണത്തിന് വഴങ്ങാതെ അർദ്ധവൃത്താകൃതിയിൽ തെങ്ങും പറമ്പിൻ്റെ വിസ്തൃതിയെ കാർന്നു പോയിക്കൊണ്ടിരുന്നു. നാനാഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടിക്കൊണ്ടിരുന്നു. തെങ്ങും പറമ്പിലേക്ക് കയറ്റി വെച്ചിരുന്ന പഴയ ചില വള്ളങ്ങൾ ചിലർ വലിച്ചിറക്കി കടപ്പുറത്ത് എത്തിക്കാൻ ശ്രമിച്ചത് വിഫലമായി. മീൻവല തുന്നാനുണ്ടാക്കിയ ഷെഡിൽ നിന്ന് വല മാത്രം വാരിയെടുത്ത് മാറ്റാൻ കഴിഞ്ഞു. ഷെഡ് കത്തിപ്പോയി. വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് അറുത്തുകൂട്ടി വെച്ചിരുന്ന തടിക്ക് തീ പിടിച്ചു. തോടിനരികെ ആരോ മെടഞ്ഞു സൂക്ഷിച്ചിരുന്ന 3 കെട്ട് ഓലയും തീ വിഴുങ്ങി. സൈമൺ തരകൻ്റെ തെങ്ങും പറമ്പിലൂടെ തീ പായുന്നത് നോക്കി ചെല്ലിക്കടപ്പുറത്തുകാർ നിസ്സഹായരായി നിന്നു. അധ്യായം 16. തുമ്പോളി പള്ളിപ്പെരുന്നാളിന് കളിപ്പാട്ടക്കടയിൽ നിന്ന് എൽസമ്മ വാങ്ങിക്കൊടുത്ത വയലിൻ മീട്ടിക്കൊണ്ട് കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ടെറസിൽ നിൽക്കുകയായിരുന്നു കൊച്ചു ഡാൻഡസ്. അപ്പോഴാണ് വീടിൻ്റെ മതിൽക്കെട്ടിനപ്പുറത്ത് തീയും പുകയും ആളുകളുടെ നെട്ടോട്ടവും കണ്ടത്. തൻ്റെ അർദ്ധ സഹോദരൻ ഒരറ്റത്തു നിന്ന് കൊളുത്തുവിട്ട തീ ഏക്കറുകൾ പലതും താണ്ടിയെത്തിയതാണെന്നൊന്നും അറിയാതെ അവൻ ഓടിപ്പോയി എൽസമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. എൽസമ്മ നോക്കുമ്പോൾ തെങ്ങും പറമ്പിലെല്ലായിടത്തും തീയും പുകയും. തെങ്ങും പറമ്പിൻ്റെ അതിരുകളിൽ താമസിക്കുന്നവർ വെള്ളം കോരിയൊഴിച്ചും മണ്ണു വാരിയെറിഞ്ഞും അവരവരുടെ വളപ്പ് സംരക്ഷിക്കാൻ വേണ്ടി തീകെടുത്തൽ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സൈമൺ തരകൻ്റെ വള്ളക്കാരും ബോട്ടുകാരും മറ്റു പണിയാളുകളും അങ്ങിങ്ങ് പരക്കം പാഞ്ഞു നടന്ന് അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ തീ സകല എതിർപ്പുകളെയും മറികടന്ന് അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ കോൺക്രീറ്റ് മതിലരികെ വന്ന് അത് അടങ്ങി. ചേർത്തല ടൗണിലായിരുന്ന സൈമൺ തരകൻ പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെവിടെ കുറച്ച് പുകച്ചുരുളുകൾ മാത്രമുണ്ട്. ആരാണ് സൈമൺ തരകൻ്റെ തെങ്ങും പറമ്പിന് തീയിട്ടത് എന്ന വിവരം ആ തീക്കൊപ്പം തന്നെ എല്ലായിടത്തും വ്യാപിച്ചു പോയിക്കൊണ്ടിരുന്നു. തീ അണഞ്ഞിട്ടും ആ വാർത്തയ്ക്ക് ശമനമുണ്ടായില്ല. മറുകര കടക്കാൻ തീ അറച്ചു നിന്ന തോടുകളും കനാലുകളും ചാടിക്കിടന്ന് ആ വാർത്ത അയൽ ദേശങ്ങളിലേക്ക് പോയി. കാരക്കാട്ട് തെങ്ങും പറമ്പിന് തീയിട്ടത് മറ്റാരുമല്ല, ചെല്ലിക്കടപ്പുറത്ത് തൈമാം പറമ്പിൽ എമിലിയുടെ മകൻ ശൗരിക്കുട്ടിയാണ്. ഇതായിരുന്നു ആ വാർത്ത. അത് എൽസമ്മയുടെ ചെവിയിലും എത്തി. ഏലിയാസിൻ്റെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ് എൽസമ്മയോട് പറഞ്ഞത്. മുഴുവൻ നശിപ്പിച്ച് തെങ്ങും പറമ്പ് ചാരമായി. എത്ര ഏക്കറുണ്ടായിരുന്നതാ? ഏക്കറൊക്കെ അവിടെ തന്നെ ഇല്ലേ കൊച്ചു ത്രേസ്യേ? എൽസമ്മ ചോദിച്ചു. കൊച്ചു ത്രേസ്യയ്ക്ക് ആദ്യം മനസ്സിലായില്ല. കാരക്കാട്ടെ ഭൂമി കത്തിപ്പോയോ? മണ്ണ് അവിടെ തന്നെ ഇല്ലെന്ന്. അതുണ്ട്, കൊച്ചു ത്രേസ്യ സമ്മതിച്ചു. തെങ്ങുകളെല്ലാം അവിടെ തന്നെ ഇല്ലേ? അതുമുണ്ട്. കാരക്കാട്ട് വളപ്പിൽ നിന്നാൽ കാണാവുന്നതേയുള്ളൂ 50 അടിക്ക് മീതെ ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങുകളെ. അതിൻ്റെ ചുവട്ടിലെ കരിയിലകളിലൂടെയും ഉണങ്ങിയ പുല്ലിലൂടെയും ഓടിപ്പോയ തീക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ തെങ്ങെല്ലാം തീയേറ്റു വാടിപ്പോയിട്ടുണ്ടെങ്കിലോ? വാടിയിട്ടുണ്ടോ ഇല്ലയോന്ന് നാളെയല്ലേ അറിയാൻ പറ്റൂ. അതിനിപ്പോഴേ എന്തിനാ ബഹളം വെക്കണത്? കുറച്ച് ഓലക്കെട്ടുകൾ കത്തിപ്പോയി, മെടഞ്ഞതും മെടയാത്തതും. പിന്നെ പണിക്ക് കയറ്റിവെച്ചിരുന്ന കുറേ വള്ളത്തിന് തീ പിടിച്ചു. അതൊക്കെ സൈമൺ മുതലാളിൻ്റെ വള്ളങ്ങളാ. കൊച്ചു ത്രേസ്യയ്ക്ക് നാശനഷ്ടങ്ങൾ കുറച്ചു കാണാൻ ഒട്ടും താല്പര്യമില്ല. ഈ തീപിടുത്തം കൊണ്ട് കാരക്കാട്ടുകാർ നശിച്ചുപോയോ? സൈമൺ തരകൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ മുഴുവൻ കത്തിക്കരിഞ്ഞോ? എൽസമ്മ ചോദിച്ചു. ആ ചോദ്യം കേട്ടുകൊണ്ടാണ് മതമിളകിയ ഒറ്റയാനയെപ്പോലെ സൈമൺ തരകൻ പാഞ്ഞു വന്നത്. ആ കൊച്ചു തെമ്മാടിയെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല. ഇന്നത്തെ കൊണ്ട് അവൻ്റെ വെള്ളയാട്ട് ഞാൻ അവസാനിപ്പിക്കും. അയാൾ കലിപൂണ്ട് ചീറി. അവൻ കാരണം നിങ്ങൾക്ക് എന്നാ നഷ്ടം വന്നെന്നാ? എൽസമ്മ ചോദിച്ചു. ഒരു നഷ്ടവും വന്നില്ലേടി. വള്ളത്തിൻ്റെ റിപ്പയറിങ്ങിന് അറുത്തു വെച്ചിരുന്ന തടി കത്തിപ്പോയില്ലേ? കേടുപോക്കാൻ വച്ചിരുന്ന വള്ളങ്ങൾ എത്രയാ കത്തിപ്പോയത്? 4 എണ്ണം. അതിൽ ഇഞ്ചിനുണ്ടായിരുന്നോ? വലയുണ്ടായിരുന്നോ? മണ്ണെണ്ണ ഉണ്ടായിരുന്നോ? ഇല്ലല്ല. റിപ്പയർ ചെയ്യാൻ കരയ്ക്ക് കയറ്റിവെച്ച ഒരു വള്ളവും കത്തിപ്പോയല്ലോ. ഈ കത്തിപ്പോയ വള്ളങ്ങൾ 4-5 കൊല്ലമായിട്ട് കുറ്റിക്കാട്ടിലിരുന്ന് ചതലരിക്കുകയല്ലായിരുന്നോ? നിങ്ങളത് അറ്റകുറ്റപ്പണിക്ക് വെച്ചിരുന്നതാണോ? അല്ലല്ലോ. നിനക്കെൻ്റെ മുതലിൻ്റെ വിലയറിയത്തില്ല. വിലയറിയാഞ്ഞിട്ടല്ല. നിങ്ങളാരെയാ കൊല്ലാൻ പോണേ? ഇത്തിരിയില്ലാത്ത ആ ചെക്കനെയോ? അവനാരാ നിങ്ങളുടെ? വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കണ്ട. ഇപ്പം തന്നെ കടപ്പുറത്തുകാർ പറച്ചിലും ചിരിയും തുടങ്ങിയിട്ടുണ്ടാവും. ഇത് മനഃപൂർവ്വം ചെയ്തതാ, അവനെക്കൊണ്ട് ചെയ്യിച്ചതാ. നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ. നിങ്ങൾക്കവനെ ഞരടിക്കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ.
സൈമൺ തരകന് പക്ഷേ ക്രോധമടങ്ങുന്നില്ല. തൻ്റെ അധികാരത്തിലും സ്വത്തിലും അധീശത്വത്തിലുമുള്ള അതിക്രമവും വെല്ലുവിളിയുമായിട്ടാണ് അയാൾ ഇതിനെ കണക്കാക്കിയത്. സൈമൺ തരകൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതനുസരിച്ച് പോലീസ് സംഭവസ്ഥലത്ത് എത്തി. അല്പസമയത്തിനുള്ളിൽ തൻ്റെ പുതിയ ടാറ്റ സിയറ കാറിൽ സൈമൺ തരകനും വന്നു ചേർന്നു. പള്ളിയിൽ പോകാനും കല്യാണം, മാമോദിസ, മനസമ്മതം തുടങ്ങിയ ആഘോഷങ്ങൾക്കും മാത്രമേ സൈമൺ തരകൻ ബെൻസ് കാർ എടുക്കാറുള്ളൂ. മാരുതി എസ്റ്റിയും എൽസമ്മയ്ക്കുള്ളതാണ്. പോലീസ് എത്തിയ ഉടൻ തന്നെ അന്വേഷണം, തെളിവെടുപ്പ്, മൊഴിയെടുപ്പ് തുടങ്ങിയ നടപടികൾ ആരംഭിച്ചു. തീ കത്തിത്തുടങ്ങിയ സ്ഥലം ഏതെന്ന് എമിലിയുടെ അയൽക്കാർ പോലീസിന് കാട്ടിക്കൊടുത്തു. പോലീസ് തെങ്ങുംപറമ്പിലെ കരിയിലും ചാരത്തിലും നടന്ന് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു. പുല്ലും കരിയിലയും കത്തിപ്പോയതല്ലേ ഉള്ളൂ, വേറെ നഷ്ടം വല്ലതുമുണ്ടോ? തെങ്ങുംപറമ്പിൽ വെച്ച സ്വരം താഴ്ത്തി SI ഒപ്പം നടന്ന് എല്ലാം കാട്ടിക്കൊടുക്കുന്ന സൈമൺ തരകനോട് ചോദിച്ചു. തെങ്ങ് എത്ര എണ്ണം പോയെന്ന് ഇപ്പോൾ അറിയാൻ പറ്റില്ല, സൈമൺ തരകൻ പറഞ്ഞു. റിപ്പയറിങ്ങിന് കയറ്റിവെച്ചിരുന്ന വള്ളം 4 എണ്ണം കത്തിപ്പോയി. റിപ്പയറിങ്ങിന് വള്ളം തെങ്ങുംപറമ്പിലാണോ വയ്ക്കാറ്? സൈമൺ മുതലാളി ഉപേക്ഷിച്ച വള്ളങ്ങളല്ലായിരുന്നു അത്. ഞാൻ കണ്ടിട്ടുണ്ട്, ചെതലരിച്ച് വർഷങ്ങളായിട്ട് തെങ്ങുംപറമ്പിൽ കിടക്കുന്നത്, SI പറഞ്ഞു. നിങ്ങളത് ചെതലരിച്ചോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. 4 വള്ളം തീപിടിച്ച് നശിച്ചുപോയി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് എഴുതിയാൽ മതി. എഴുതാം, ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. എനിക്ക് കാര്യം മനസ്സിലായി. നമുക്ക് വൈകുന്നേരം വീട്ടിൽ കൂടാം, പോരെ? അത് മതി. പക്ഷേ തെങ്ങ് നശിച്ചുപോയിന്ന് എഴുതാൻ പറ്റില്ല. ഒരു തെങ്ങിനും തീ പിടിച്ചില്ലല്ലോ. ഓലക്കെട്ടുകൾ, കയറ് പിരിക്കാനായി കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന ചകിരിയും തൊണ്ടും, വല, ഇതൊക്കെ കത്തിപ്പോയതായി എഴുതിക്കോ. അർപ്പിച്ചു വെച്ചിരുന്ന കുറേ തടി, എൻ്റെ മീൻകൂടം. തടി എന്ത് തടിയാ? SI ചോദിച്ചു. നല്ല ഒന്നാന്തരം തേക്ക്. ആഞ്ഞിലിയല്ലേ വള്ളത്തിൻ്റെ പണിക്ക്? ഇത് വള്ളത്തിൻ്റെ പണിക്കല്ലെന്ന്, ഫർണിച്ചർ ഉണ്ടാക്കാൻ അർപ്പിച്ചു വെച്ചിരുന്നതാ. മീൻകൂടം എവിടായിരുന്നു? ദാ അവിടെ. സൈമൺ തരകൻ ഓല ഷെഡിരുന്ന ഭാഗം ചൂണ്ടിക്കാട്ടി. അതിനുള്ളിൽ ഉണക്കമീൻ സ്റ്റോക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതൊന്ന് പരിശോധിക്കാം. മീൻ അങ്ങനെ പെട്ടെന്ന് എരിഞ്ഞ് ചാരമായി പോകില്ലല്ലോ. തീ പിടിച്ചപ്പോൾ ആളുകൾ വാരിക്കൊണ്ടുപോയി. അവരെ കുറ്റം പറയാൻ പറ്റുമോ? നഷ്ടം എനിക്ക് മാത്രമല്ലേ? എല്ലാം ഹെഡ് കോൺസ്റ്റബിളിനെ കൊണ്ട് കുറിപ്പിച്ചെടുത്ത് SIയും സംഘവും തിരിച്ച് ചെല്ലിക്കടപ്പുറത്ത് ചെന്നു. എമിലിയുടെ വീടിന് ചുറ്റും ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. തീവയ്പ് കേസിലെ 1-ാം പ്രതി വീടിൻ്റെ പിൻമുറ്റത്ത് നിൽപ്പുണ്ട്. അവനെ കാണാൻ വേണ്ടിയാണ് ചെല്ലിക്കടപ്പുറം നിവാസികൾ എമിലിയുടെ വീടിന് ചുറ്റും കൂടി നിൽക്കുന്നത്. ഓരോരുത്തർ അവനെ നോക്കി ഓരോ കമൻറ്റ് പറയുന്നുണ്ട്. വിളഞ്ഞ വിത്താണെന്ന് മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഒരാൾ പറയുന്നു, അവനെ നമുക്കറിയരുതോ? അവൻ കരയിൽ നിൽക്കുന്നവനല്ല, വെള്ളത്തിൽ നിൽക്കുന്നവനല്ല. അത് വേറൊരുത്തൻ്റെ കമൻറ്റ്. ചിലർ അവനെ നോക്കി ചൂളം വിളിച്ചു. എടാ ശൗരിയെ, എടാ ഇങ്ങോട്ട് നോക്കടാ. അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ച പോലെയാണ് ശൗരിയുടെ നിൽപ്പ്. അനക്കമില്ല, ആരെയും നോക്കുന്നില്ല. കാൽച്ചുവട്ടിലെ മണ്ണിലാണ് ശ്രദ്ധയത്രയും. കുഞ്ഞണ്ണ വന്ന് അവനോട് പറഞ്ഞു, നീ എന്തിനാടാ അയലന്തരത്തുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണേ? കയറിപ്പോ പെരയ്ക്കകത്ത്. എന്നിട്ടും ശൗരി അനങ്ങിയില്ല. എമിലി അവനെ ഇതിനകം കുറെ തല്ലുകയും ശകാരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആ തല്ലിനൊന്നും അവൻ കരഞ്ഞില്ല. അമ്മ വഴക്ക് പറഞ്ഞത് കേട്ട് സങ്കടമൊന്നും തോന്നിയതുമില്ല. താൻ കുറ്റവാളിയാണെന്ന് അവന് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ അവൻ തയ്യാറുമാണ്. അതിനിടയ്ക്ക് ആരുടെയും സഹതാപവും സാന്ത്വനവും ഒന്നും ശൗരിക്ക് വേണ്ട. കരിയിലേക്ക് തീയിട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അവൻ തയ്യാറല്ല. എമിലി അവനെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി. എന്തിനാ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കണ? നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കാനോ? അകത്ത് കയറിയിരി. എമിലി കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് പോലും അവൻ അവിടുന്ന് മാറാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒളിച്ചോടുന്നവനല്ല ശൗരി. എമിലി അവനെ എടുത്തുകൊണ്ടുപോയി മുറിയിലിരുത്തി. അടുത്ത നിമിഷം അവൻ കുതിറിച്ചാടി നിന്നിടത്ത് തന്നെ വന്നു നിന്നു. ഒടുവിൽ തെളിവെടുപ്പിനായി പോലീസ് എമിലിയുടെ വീട്ടിലെത്തി. തീ വെച്ചത് ആരാണെന്ന് ജനക്കൂട്ടം ഒന്നടങ്കം പോലീസിന് കാട്ടിക്കൊടുത്തു. ദാ നിൽക്കുന്നു കൊച്ചു നായിൻ്റെ മോൻ. അർത്തുങ്കൽ SI ജോൺസൺ പ്രതിയെ അടിമുടി നോക്കി. മഞ്ഞ ഉടുപ്പിട്ട് മെലിഞ്ഞ് കോഞ്ഞാട്ട പോലൊരു കുട്ടി. ജോൺസൺ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ. ജോൺസൺ മുഖം താഴ്ത്തി നിന്ന് അവൻ്റെ താടി പിടിച്ചുയർത്തി. ഇവിടെ നോക്കടാ. ശൗരി ജോൺസനെ നോക്കി. നീയാണോടാ തെങ്ങും പറമ്പിന് തീയിട്ടത്? ശൗരി മിണ്ടിയില്ല. എടാ, നിന്നോടാ ചോദിച്ചത്. ശൗരി ഉടനെ ഒരിടത്തേക്ക് കൈ ചൂണ്ടി. അവിടെ ഞാൻ തീ കത്തിച്ചേ. എവിടെ? ശൗരി അങ്ങോട്ട് നടന്നു. ജോൺസൺ അവിടേക്ക് ചെന്ന് നോക്കി. അവൻ പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ഓലയും കരിയിലയും തീ കത്താതെ അവശേഷിക്കുന്നുണ്ട്.
തീ കണ്ട് ഓടി വന്ന കുഞ്ഞെന്നെ വെള്ളം ഒഴിച്ച് കെടുത്തിയതുകൊണ്ടാണ് അത്രയും ശേഷിക്കുന്നത്. നീ എന്തിനാടാ അവിടെ തീയിട്ടത്? ജോൺസൺ ചോദിച്ചു. കരിയില കത്തിച്ചാനാ, ശൗരി മറുപടി പറഞ്ഞു. കരിയില കത്തിക്കാനാണാടാ തെങ്ങും പറമ്പിന് തീയിട്ടത്. നിന്നോടാര് പറഞ്ഞു തീയിടാൻ? ആരും പറഞ്ഞില്ല. ആരെങ്കിലും പറയാതെ നീ സൈമൺ മുതലാളിയുടെ കൃഷിഭൂമിക്ക് തീ കൊളുത്തുവോ? സത്യം പറഞ്ഞോ, ആരാ നിന്നോട് പറഞ്ഞത്? എന്നോടാരും പറഞ്ഞില്ല. നിന്റെ അമ്മ പറഞ്ഞോ? ഇല്ല. നിന്റെ മുത്തശ്ശി പറഞ്ഞോ? ഇല്ല. ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് ശൗരി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിന് താൽപ്പര്യം. 4 വയസ്സുള്ള കുട്ടിയുടെ പേരിൽ കേസെടുക്കാൻ നിവൃത്തിയില്ല. അവൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആരെങ്കിലും പ്രേരിപ്പിച്ച് തീ വയ്പ്പിച്ചു എന്ന് സ്ഥാപിച്ചാൽ അവരുടെ പേരിൽ കേസെടുക്കാം. കഴിയുമെങ്കിൽ കുറേ നഷ്ടപരിഹാരം ഈടാക്കാം. പക്ഷേ ശൗരിക്ക് അറിയില്ല ആരാണ് തന്നോട് തീ വയ്ക്കാൻ പറഞ്ഞതെന്ന്. ആരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവൻ്റെ ഓർമ്മ. സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ്. അതിനാൽ മറ്റാരുടെയും പേരൊന്നും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല. ആരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ ഇത് ചെയ്തത്? ജോൺസൺ ശൗരിയുടെ ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പിൻമുറ്റത്തേക്ക് അവനെ കൊണ്ടുവന്നു. അന്തം വിട്ടുനിന്ന കുഞ്ഞന്നയോടും എമിലിയോടും എസ് ഐ ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഈ കൊച്ചിൻ്റെ അടുത്ത് പറമ്പിന് തീയിടണമെന്ന്? എൻ്റെ അർത്തുങ്കം പുണ്യാളച്ചനാണേ. ഇല്ല. കുഞ്ഞന്ന പുണ്യാളച്ചനെ പിടിച്ച് ആണയിട്ടു. ഞാനും അമ്മയും ചായക്കടയിലായിരുന്നു. കൊച്ചിൻ്റെ നിലവിളി കേട്ട് ഞാൻ ഓടി വന്നപ്പം കൈയും പൊള്ളിച്ചിട്ട് നിൽക്കണ്. എമിലി ശൗരിയുടെ കൈ പിടിച്ചുയർത്തി കാണിച്ചു. അവിടെ പൊള്ളി കുമ്പളച്ച് കിടപ്പുണ്ടായിരുന്നു. എസ് ഐ ജോൺസൺ അത് കണ്ടു. ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണം സാറേ. എന്നാലേ ഇവൻ സത്യം പറയൂ. അവൻ്റെ നിപ്പ് കണ്ടോ? പോലീസും പട്ടാളവും ഒന്നും പ്രശ്നമല്ലെന്നുള്ള മട്ടില്. ആരെയെ സ്റ്റേഷനിൽ കൊണ്ടുപോണേ? ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് തിക്കിക്കയറി വന്നു. ഈ നിൽക്കുന്ന 4 വയസ്സ് തികയാത്ത കൊച്ചിനെയാ. എസ് ഐയും പോലീസുകാരും അവരുടെ നേർക്ക് ശ്രദ്ധ തിരിച്ചു. അത് ഫിലോമിന ചേച്ചിയാണ്. കടലിൽ വെച്ച് ബോട്ടിൽ കപ്പൽ തട്ടിമറിച്ച ജെറോമിൻ്റെ വിധവ. സാറേ, ആ കൊച്ച് ഒരു കുസൃതി കാണിച്ചതാ. 3-4 വയസ്സിൽ ഇതിനേക്കാൾ വലിയ കുരുത്തക്കേട് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഏതെങ്കിലും പോലീസുകാരനുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ആരും മിണ്ടുന്നില്ല. എല്ലാവരും ഫിലോമിനെ തന്നെ തുറച്ചു നോക്കുകയാണ്. ശൗരിയും മുഖം മെല്ലെ തിരിച്ചൊന്നു നോക്കി. തീ വച്ചതിൻ്റെ നഷ്ടം ആര് കൊടുക്കും? നിങ്ങളാരെങ്കിലും കൊടുക്കുമോ? നഷ്ടമുണ്ടായത് എനിക്കാ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ട്. സൈമൺ തരകൻ ടാറ്റ സിയാറ കാറിൻ്റെ മുൻപിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഫിലോമിന സൈമൺ തരകനെ പരിഹാസഭാവത്തിലൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായെങ്കിൽ ശൗരിക്കുട്ടിയുടെ അപ്പൻ കൊടുക്കും ആ നഷ്ടം. അരുതാത്തത് എന്തോ കേട്ടതുപോലെ ജനക്കൂട്ടം പകച്ച് ഫിലോമിനയെ ഉറ്റുനോക്കി. ആരാ ഇവൻ്റെ അപ്പൻ? അയാളെവിടെ? അയാളെ വിളിക്ക്. എസ് ഐ ആജ്ഞാപിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ വാക്കുകൾ തിരിച്ചറിയാൻ വയ്യാത്തത്ര താഴ്ത്തിയ ഒരു കുശുകുശുപ്പുണ്ടായി. എന്താണ് കാര്യമെന്നറിയാതെ എസ് ഐ ജോൺസൺ എമിലിയുടെ നേർക്ക് തിരിഞ്ഞു. ആരാടി ഇവൻ്റെ തന്ത? അയാളെ കാട്ടിത്ത. അയാൾ ആക്രോശിച്ചു. എമിലിയുടെ നോട്ടം ശൗരിക്കുട്ടിയിൽ നിന്ന് മെല്ലെ തിരിഞ്ഞ് ആൾക്കൂട്ടത്തിൻ്റെ അർദ്ധവൃത്തം കടന്ന് സൈമൺ തരകനിൽ ചെന്നു പതിഞ്ഞു. സൈമൺ തരകൻ ഉൾക്കിടലത്തോടെ അവളെ നോക്കി. ജനക്കൂട്ടത്തെ നോക്കി. ജനക്കൂട്ടത്തിൻ്റെ നോട്ടവും സൈമൺ തരകനിൽ വന്നു പതിഞ്ഞു. ശൗരിക്കുട്ടിയുടെ അപ്പൻ ആ നിൽക്കുന്ന സൈമൺ തരകൻ തന്നെയാ സാറേ. എമിലി കിട്ടിയ അവസരം പാഴാക്കാതെ പറഞ്ഞു. നീ എന്താ പോലീസിനെ കളിയാക്കുക? ജോൺസൺ എമിലിയുടെ നേർക്ക് ചേറി. സാറ് എൻ്റെ അടുത്ത് തട്ടിക്കയറാതെ സൈമൺ മുതലാളിയോട് ചോദിക്ക്. ഈ നിൽക്കുന്ന നാട്ടുകാരോട് ചോദിക്ക്. എന്നിട്ടും വിശ്വാസം വന്നില്ലെങ്കിൽ സാറ് 2 പേരെയും കൊണ്ടുപോയി DNA ടെസ്റ്റ് നടത്തി നോക്ക്. എമിലിയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു മാവില കൊഴിഞ്ഞു വീണു. അതിൻ്റെ ശബ്ദം എല്ലാവരും കേട്ടു. അതിന് മുൻപത്തെ പോലെ തന്നെ അതിനുശേഷവും കനത്ത നിശബ്ദതയിലായി എമിലിയുടെ വീടും പരിസരവും. പോലീസ് ജീപ്പും പോലീസുകാരും ആൾക്കൂട്ടവും ടാറ്റ സിയാറയും സൈമൺ തരകനും എമിലിയും കുഞ്ഞന്നയുമെല്ലാം. ആ നിശബ്ദതയ്ക്ക് നടുവിൽ ഒരു ചോദ്യചിഹ്നം നാട്ടി നിർത്തിയ പോലെ ശൗരിക്കുട്ടിയും. എസ് ഐ ജോൺസൺ മെല്ലെ തലതിരിച്ച് സൈമൺ മുതലാളിയെ നോക്കി. സൈമൺ തരകന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ മകനല്ല. ഞാൻ അംഗീകരിക്കില്ല. അവൻ എൻ്റെ കണ്ണിലെ കരടാണ് എന്നെല്ലാം. പക്ഷേ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സാറേ, ഞാൻ എൻ്റെ മകനെ കൊണ്ട് അവൻ്റെ അപ്പൻ്റെ തെങ്ങും പറമ്പ് കത്തിച്ചു കളയിക്കോ? സൈമൺ മുതലാളിയുടെ കടപ്പുറത്ത് ചായക്കടയിട്ട് ജീവിക്കുന്നുള്ള ഞാനും എൻ്റെ വീട്ടുകാരും ഇരിക്കുന്ന കമ്പ് ഞങ്ങൾ മുറിക്കോ സാറേ? എമിലി അടുത്ത ആണിയും അടിച്ചു. എസ് ഐ ജോൺസൺ തൻ്റെ സഹപ്രവർത്തകരെ നോക്കി. ആരും മിണ്ടുന്നില്ല. ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടു. തല തിരിച്ചപ്പോൾ സൈമൺ മുതലാളി നിന്നയിടം ശൂന്യമെന്ന് കണ്ടു. ടാറ്റ സിയാറ പിന്നോട്ട് ഉരുളുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ കാറ് മൺ റോഡിലൂടെ പാഞ്ഞകന്നു മറഞ്ഞു. പോലീസിന് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല.
ജോൺസൺ ചെന്ന് ജീപ്പിൽ കയറിയിരുന്നു. 2 പോലീസുകാർ ആൾക്കൂട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറി എമിലി പറഞ്ഞത് സത്യമാണോ എന്ന് തിരക്കി. സത്യമാ സാറേ, സൈമൺ മുതലാളിയുടെ മകനാ ആ കൊച്ച്. പിഴച്ചുണ്ടായതാണെന്നേ ഉള്ളൂ. ഈ ചെല്ലിക്കടപ്പുറത്ത് എല്ലാവർക്കും അറിയാം, ദാവീദ് ചേട്ടൻ വെളിപ്പെടുത്തി. പോലീസുകാർ ജീപ്പിനടുത്തേക്ക് തിരിച്ചുപോയി. സാറേ, എന്താ ചെയ്യണ്ടേ? അവർ ജോൺസണോട് തിരക്കി. സ്റ്റേഷനിൽ ചെന്നിട്ട് സൈമൺ മുതലാളിയെ വിളിക്കാം. ഇപ്പോൾ പോകാം. പോലീസ് ജീപ്പ് വന്ന പോലെ തിരിച്ചുപോയി. അതോടെ ആൾക്കൂട്ടവും പിരിഞ്ഞു തുടങ്ങി. ഇനിയെങ്കിലും പറ, നീ എന്തിനാ അവിടെ കൊണ്ടുപോയി തീയിട്ടത്? എമിലി ശൗര്യയോട് ചോദിച്ചു. അവൻ സംശയത്തോടെ അമ്മയെയും കുഞ്ഞിനെയും നോക്കി എന്നിട്ട് പറഞ്ഞു, വല്യമ്മച്ചി പറഞ്ഞിട്ടാ. എൻ്റെ കർത്താവ് ഈശോയെ, ഞാൻ പറഞ്ഞെന്നോ? കുഞ്ഞന്ന നെഞ്ചത്ത് കൈവച്ചു. വല്യമ്മച്ചിനെ പാമ്പ് കടിച്ചാതിരിച്ചാനാ? ശൗര്യക്കുട്ടി സത്യം വെളിപ്പെടുത്തി. അതിൻ്റെ സന്ദർഭവും വിശദമാക്കി. തെങ്ങുംപറമ്പിൽ നിന്ന് ചൂട്ടും മടലും പെറുകിക്കൊണ്ടു വരുമ്പോൾ കുഞ്ഞന്നയിൽ നിന്ന് ഉതിർന്ന ആത്മവിലാപം ശൗര്യക്കുട്ടി കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെട്ടിത്തീയിട്ടിരുന്നെങ്കിൽ പാമ്പിൻ്റെ ശല്യം തീർന്നേനെ എന്ന്. കുഞ്ഞന്നയും എമിലിയും അവൻ്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് ഒരക്ഷരം മിണ്ടാനാവാതെ ഇരുന്നു പോയി. എന്നിട്ട് നീ എന്താ പോലീസുകാർ ചോദിച്ചപ്പം ഇത് പറയാതിരുന്നേ? എമിലി ചോദിച്ചു. ആദ്യമൊന്നും അവൻ ഉത്തരം പറഞ്ഞില്ല. കുഞ്ഞന്നയും കൂടി നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്ത പോലീസുകാർ വല്യമ്മച്ചേനെ വൈക്ക് പറയൂലേ? ശൗര്യക്കുട്ടിയോട് തോന്നിയ ദേഷ്യവും അതോടെ മാഞ്ഞുപോയി. അവർ അവനെ വാരിയണച്ച് അവൻ്റെ നെറുകയിൽ മുഖം ചേർത്തു. അധ്യായം 17. ഡാൻഡസ് മുറിയുടെ വാതിലിനരികെ ചെന്ന് അകത്തേക്ക് നോക്കി. അവിടെ പപ്പയും മമ്മിയും തമ്മിൽ മുട്ടൻ വഴക്ക് നടക്കുകയാണ്. തൊട്ടു മുൻപ് വരെ അവൻ കടലിന് അഭിമുഖമായുള്ള ടെറസിലിരുന്ന് വയലിൻ മീട്ടുകയായിരുന്നു. അത് വായിക്കേണ്ട വിധമൊന്നും അവനറിയില്ല. വയലിൻ്റെ ബോ ഏറെക്കുറെ തേഞ്ഞു പൊട്ടാറായ അവസ്ഥയിലാണ്. കടൽ എപ്പോഴും മുരണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരജീവിയാണെങ്കിൽ കൂടിയും വൈകുന്നേരം അതിനു മീതെ കാണപ്പെട്ട പ്രകാശധാര അവനിഷ്ടമായി. ആകാശം മഞ്ഞ നിറമായിരുന്നു. കടലിലും ആ മഞ്ഞ വീണ് പടർന്നു കിടന്നു. കൺമുന്നിലെ ആ ദൃശ്യവും തെങ്ങോലകളെ കൊണ്ട് നൃത്തം വയ്പ്പിക്കുന്ന കാറ്റും കയ്യിലെ വയലിനും എല്ലാം ചേതോഹരങ്ങളായി അവന് അനുഭവപ്പെട്ടു. അപ്പോഴാണ് പപ്പയുടെയും മമ്മിയുടെയും ഒച്ച ഇടിമുഴക്കം പോലെ കേട്ടത്. പപ്പ ഗർജിക്കുമ്പോൾ ഡാൻഡസിന് തോന്നും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാൻ പോവുകയാണെന്ന്. പലപ്പോഴും അവൻ തന്നെ മുൻകൈയെടുത്ത് മമ്മിയെ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. മമ്മി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവനറിയാം ഇന്ന് മമ്മിക്ക് നല്ല അടി കിട്ടുമെന്ന്. ഡാൻഡസ് വാതിലിൽ ചെന്ന് നിന്നു. അകത്തുള്ള 2 പേർ അവനെ കണ്ടമട്ടില്ല. നിങ്ങളുടെ എന്ത് സാധനം കത്തിപ്പോയിട്ടാ കടപ്പുറത്തോട്ട് ഓടിയതും പോലീസിനെ വിളിച്ചോണ്ട് വന്നതും? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടെന്ന്. മിണ്ടരുത് നീ. സൈമൺ തരകൻ ഭാര്യയുടെ മൂക്കിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അമറി. മിണ്ടിപ്പോകരുത്. ഞാൻ മിണ്ടും. എനിക്കും എൻ്റെ മകനുമാ മാനക്കേട്. നിങ്ങളുടെ എന്ത് കത്തിപ്പോയിട്ടാ പോലീസിനെ വിളിച്ചത്? കടപ്പുറത്ത് അത്രയും ആളെ കൂട്ടിയത്. കുറച്ച് പലകയും ഒരോല ഷെഡും കരയ്ക്ക് ചിതലരിച്ചിരുന്ന 2-3 പൊളിഞ്ഞ വള്ളങ്ങളും. നിന്നോടല്ലേടി പറഞ്ഞത് മിണ്ടരുതെന്ന്. സൈമൺ തരകൻ എൽസമ്മയുടെ വായ് പൊത്തിപ്പിടിച്ച് പുറകോട്ട് തള്ളി. അത് കണ്ട് ഡാൻഡസിൻ്റെ മുഖം ഭയങ്കരമായ പേടികൊണ്ട് വിളറി വെളുത്തു. അവൻ്റെ നെഞ്ചിൽ വലിയ ഇടിമുഴക്കങ്ങളുണ്ടായി. മമ്മി മിണ്ടാതിരിക്കണേ എന്ന് ഞെട്ടുന്ന ഓരോ ഹൃദയമെടുപ്പും കേണു. പക്ഷേ സൈമൺ തരകൻ കൈമാറ്റിയപ്പോൾ എൽസമ്മ ശബ്ദിച്ചു തുടങ്ങി. അവളുടെ മകൻ്റെ അപ്പനാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളുടെ വായിൽ നാക്കുണ്ടായിരുന്നോ? അല്ല എന്ന് ഒരു വാക്ക് പറയാറുന്നല്ലോ. പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് വെച്ചാ അവൾ പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്ത്. ശരിയാ, ഞാൻ ഈ ചെക്കൻ്റെ തന്ത തന്നെ എന്ന്. അപ്പോൾ അവൾ ആരായി? ഞാനും എൻ്റെ മോനും ആരായി? തലയും കുമ്പിട്ട് കാറിലോട്ട് വലിഞ്ഞു കയറി തിരിച്ചു പോന്നല്ലോ. നായ വാലും ചുരുട്ടി ചന്തേന്ന് ഓടണ പോലെ. പടക്കം പൊട്ടുന്ന പോലെ ഒരൊച്ച ഡാൻഡസ് കേട്ടു. ഒരു പാതി നിലവിളി അവൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ട് ഞെട്ടിത്തുറന്ന വായിലൂടെ പുറത്തേക്ക് പോയി. എൽസമ്മ വെട്ടിയിട്ട പോലെ താഴെ വീണു. അവളുടെ ഇടത് ചെവി അടിച്ചുപോയി. അവിടെ ഒരു ചെറിയ മൂളലും തരിപ്പുമല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. ഒരു ബോംബ് സ്ഫോടനത്തിൽ ചെവി രണ്ടും തകർന്ന് കേൾവിശക്തി നഷ്ടപ്പെട്ടതുപോലെ എൽസമ്മ നിലത്ത് ചുമരും ചാരിയിരുന്നു. സൈമൺ തരകൻ ചവിട്ടാൻ കാലുയർത്തിയതാണ്. കൊന്നു തീർക്ക് എന്ന് എൽസമ്മ ചീറുകയും ചെയ്തു. നിലവിളി കേട്ട് സൈമൺ തരകൻ തലതിരിച്ചു നോക്കിയപ്പോൾ വാതിൽക്കൽ സ്വയം കഴുത്തിൽ കൈപിടിച്ച് ഡാൻഡസ് നിൽക്കുന്നു. അവനിപ്പോൾ ബോധം കെട്ടു വീണക്കുമെന്ന് തോന്നി. സൈമൺ തരകൻ ഉയർത്തിയ കാൽ പിൻവലിച്ചു. പിന്നെ ഒരക്ഷരം മിണ്ടാതെ ഡാൻഡസിൻ്റെ നേർക്ക് വന്നു. അവൻ്റെ കൊച്ചു കണ്ണുകൾ ഭയം കൊണ്ട് വീർത്തു വലുതായി. അവൻ അയാളുടെ മുഖത്തു നോക്കാൻ പേടിയായിട്ട് ഒരു വശത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് കണ്ണടച്ചു.
അകന്നു പോകുന്ന കാലൊച്ച കേട്ട് അവൻ കണ്ണു തുറന്നു. മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ്റെ പപ്പയെന്ന ഭീകരജീവി ഹാളിലൂടെ നടന്നു പോകുന്നത് കണ്ടു. ഡാൻഡസ് ഉടൻ എൽസമ്മയുടെ അടുത്തേക്ക് ഓടി. എൽസമ്മ അപ്പോഴും ചുമരും ചാരി ഇരിക്കുകയാണ്. ആ ഒറ്റയടിക്ക് തൻ്റെ മമ്മി തകർന്നു പോയെന്ന് ഡാൻഡസ് വിചാരിച്ചു. മമ്മിയുടെ മുടി മുഖത്തേക്ക് വീണ് ചിതറിക്കിടക്കുന്നു. മമ്മിക്ക് നേരെ ഇരിക്കാനുള്ള ശേഷിയില്ലെന്ന് അവന് തോന്നി. ചുമരിലേക്ക് ചാരിയിരിക്കുകയാണ് മമ്മി. മമ്മി തന്നെയല്ല നോക്കുന്നത്, വേറെ എവിടേക്കോ ആണ്. അവൻ മമ്മിയെന്ന് 2 തവണ തൊട്ടു വിളിച്ചിട്ടും അവൻ്റെ നേർക്ക് നോട്ടം വന്നില്ല. ഒടുവിൽ അവൻ മമ്മിയുടെ അരികെ അതേപോലെ തന്നെ ചുമരും ചാരിയിരുന്നു. വെയിലിൻ്റെ തിളക്കവും കാഠിന്യവും കൊണ്ട് കടപ്പുറത്തേക്കോ കടലിലേക്കോ നോക്കുന്നത് പോലും കണ്ണുകളെ അലോസരപ്പെടുത്തുന്ന നട്ടുവച്ച വള്ളത്തിൻ്റെ തണലിൽ വല കേടുപൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജർമ്മിച്ചായൻ. അയാൾ ചെയ്യുന്ന പണിയും നോക്കി ശൗരി അരികെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടെ ഓരോ ചോദ്യങ്ങൾ അവൻ ചോദിക്കും. ജർമ്മിച്ചായൻ തനിക്കറിയാവുന്ന പോലെ അതിനെല്ലാം മറുപടി പറയും. ഒടുവിൽ ജർമ്മിച്ചായൻ അവനോട് തിരിച്ച് ചോദ്യം ചോദിച്ചു. എടാ ശൗരിയെ, നീ ഇന്നലെ ആരുടെ തെങ്ങും പറമ്പിനാ തീയിട്ടത് നിനക്കറിയോടാ? മുയലാളിൻ്റെ, ശൗരിക്കുട്ടി പറഞ്ഞു. എന്ത് മുയലാളി? സൈമൺ മുയലാളി. അവനതൊക്കെ ഗ്രഹിച്ചു വച്ചിട്ടുണ്ട്. ശരി, സൈമൺ മുതലാളി ആരാണെന്ന് നിനക്കറിയോ? അറിയാം. എന്നാ പറ, ആരാ? തടിയൻ, വലിയ മീശയൊക്കെ വെച്ച് വണ്ടിയിൽ വരണ ഭയങ്കര മെൻസൻ. അത് കേട്ട് ജർമ്മിച്ചായൻ ചിരിച്ചു. അതല്ലടാ പൊട്ടൻ ചക്ക, അയാൾ നിന്റെ ആരാ? അത് പറ. എനിക്കറിയാൻ മേല. ശൗരിക്കുട്ടി കൈ മലർത്തിക്കാട്ടി. എടാ, നിന്റെ അപ്പനാ അത്? അപ്പനോ? അതെ. എൻ്റെ അപ്പനോ? ആടാ. എൻ്റെ അപ്പൻ എന്ന് വെച്ചാൽ എന്നാ? അപ്പൻ എന്നാൽ എന്താണെന്ന് അവനറിയില്ല. തൻ്റെ വീട്ടിൽ അങ്ങനൊരു ജീവിയെ അവൻ കണ്ടിട്ടേയില്ല. അവിടെ മുതിർന്നവരായി സ്ത്രീകൾ മാത്രമേയുള്ളൂ. അപ്പൻ എന്നൊരു സംഗതിയുടെ ആവശ്യകതയെപ്പറ്റിയോ സാധ്യതകളെപ്പറ്റിയോ കർത്തവ്യങ്ങളെപ്പറ്റിയോ അവന് യാതൊന്നും അറിയില്ല. ശൗരിക്കുട്ടിയുടെ വീട്ടിൽ അപ്പനില്ല. അപ്പനില്ലാഞ്ഞിട്ടും അവിടെ സ്ത്രീകളും കുട്ടികളും ജീവിച്ചു പോരുന്നുണ്ട്. വെള്ളം തിളയ്ക്കുകയും അരി വേവുകയും ചെയ്യുന്നുണ്ട്. അപ്പൻ എന്ന് വെച്ചാൽ നിന്നെ ജനിപ്പിച്ചവൻ. ജർമ്മിച്ചായൻ ഉത്തരം നൽകി. എന്നുവച്ചാ എന്നതാ? അവന് അതും പിടികിട്ടുന്നില്ല. എടാ, ശൗരിന്നൊരുത്തൻ ഉണ്ടാവണ്ടേ? അവൻ എവിടുന്നുണ്ടായി? എൻ്റെ അമ്മയുടെ വയറ്റിന്ന്. നിൻ്റെ അമ്മയുടെ വയറ്റി നീ എങ്ങനെ വന്നടാ? അമ്മയ്ക്കെന്നെ വേണമെന്ന് തോന്നിയപ്പോൾ. എടാ, അങ്ങനല്ല സംഭവം. നിൻ്റെ അപ്പൻ സൈമൺ മുതലാളിയാ. സൈമൺ മുതലാളിയാ നിന്നെ നിൻ്റെ അമ്മയുടെ വയറ്റിൽ വെച്ചു കൊടുത്തേ. ആ സൈമൺ മുതലാളിയുടെ തെങ്ങും പറമ്പിനാ നീ തീ വെച്ചത്. അതായത് നിന്റെ സ്വന്തം അപ്പൻ്റെ താടിമീശയ്ക്ക്. എൻ്റെ അപ്പനല്ല. ശൗരി തീരെ ഇഷ്ടപ്പെടാതെ പറഞ്ഞു. സൈമൺ മുതലാളി തൻ്റെ ആരോ ആണെന്ന് പറയുന്നത് അവൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. സൈമൺ മുതലാളി തൻ്റെ അമ്മയുടെ ശത്രുവാണെന്ന് ശൗരിക്കുട്ടിക്ക് തീർച്ചയുണ്ട്. സൈമൺ മുതലാളിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ മുഖത്തു വരുന്ന ദേഷ്യം അവൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. സൈമൺ മുതലാളിയുടെ കാറിൽ കുരുങ്ങിയ ബലൂൺ എടുക്കാൻ കാറിൻ്റെ മുകളിൽ കയറിയ തന്നെ സൈമൺ മുതലാളി അടിച്ചു വീഴ്ത്തിയതും അവൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അന്ന് അമ്മ പാഞ്ഞു വന്ന് സൈമൺ മുതലാളിയോട് വഴക്കിട്ടതുകൊണ്ടാണ് വീണ്ടും അടി കിട്ടാതെ താൻ രക്ഷപ്പെട്ടതെന്നും ശൗരിക്കറിയാം. ആ സൈമൺ മുതലാളി തൻ്റെ ആരെങ്കിലും ആകാൻ അമ്മ സമ്മതിക്കില്ലെന്ന് ശൗരിക്കുട്ടിക്ക് അറിയാം. മാത്രമല്ല, അമ്മയുടെ വയറ്റിലാണ് അവൻ ജനിച്ചത്. അമ്മ ഒരിക്കലും അതിനുവേണ്ടി സൈമൺ മുതലാളിയുടെ അടുത്ത് പോകില്ലെന്നും അവന് ഉറപ്പുണ്ട്. എടാ, നിൻ്റെ അമ്മ പറഞ്ഞല്ല, എല്ലാവരുടെ മുമ്പിൽ വച്ച് നിൻ്റെ അപ്പൻ സൈമൺ മുതലാളിയാണെന്ന്. നീ കേട്ടില്ലായിരുന്നോ? വലിയവർ പറയുന്ന വാക്കുകളുടെ അർത്ഥമൊന്നും ഗ്രഹിക്കാനുള്ള ശേഷി ഇല്ലാത്തതിനാൽ അവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവന് ഓർമ്മയുണ്ടായില്ല. ഞാൻ കേട്ടില്ല. ഇനി അഥവാ കേട്ടെങ്കിൽ തന്നെ അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ശൗരിക്കുട്ടി വിചാരിച്ചു. പോലീസുകാർ ചോദിച്ചപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞു സൈമൺ മുതലാളിയാ നിൻ്റെ അപ്പനെന്ന്. നാട്ടുകാർ മുഴുവൻ കേട്ട്, നീ മാത്രം കേട്ടില്ല. എൻ്റെ അപ്പനല്ല. വേണ്ട, എൻ്റെ അപ്പൻ വേണ്ട. ഷെടാ, നിന്നെ എന്നാ പറഞ്ഞാ മനസ്സിലാക്കുന്നേ? പറയണ്ട. ശരി, എന്നാ വേണ്ട. നിനക്ക് ബോധം വരുന്ന കാലത്ത് മനസ്സിലാക്കിയാൽ മതി. ജർമ്മിച്ചായൻ ആ വിഷയം വിട്ടു. എന്നാൽ ശൗരിക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയില്ല. രാത്രി തഴപ്പായന്മേൽ എമിലിയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ ശൗരിക്കുട്ടിക്ക് ഒരു തോന്നൽ വന്നു. ഈ അമ്മയോട് ചോദിച്ചാലോ? അവൻ എമിലിയെ തോണ്ടി. അമ്മ. എമിലി മൂളി. എമിലി വേറെ എന്തോ ചിന്തയിലായിരുന്നു. അമ്മ. എന്തടാ? എൻ്റെ അപ്പനാരാ? ഓർക്കാപ്പുറത്ത് പുരയ്ക്ക് മീതെ ഇടിവെട്ടിയ പോലെ എമിലി ഞെട്ടി. ഇരുട്ടത്ത് എമിലി മുഖം ചരിച്ച് തൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടവും തൻ്റെ മുഖത്താണെന്ന് എമിലി കണ്ടു. എന്നെങ്കിലും ഒരിക്കൽ
തൻ്റെ മകൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചേക്കാമെന്ന് എമിലിക്കൊരു ഊഹമുണ്ടായിരുന്നു. എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത, ഓർമ്മയുറയ്ക്കാത്ത ഈ 4-ാം വയസ്സിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ശൗരി ഇങ്ങനൊരു ചോദ്യശരം നെഞ്ചിനു നേർക്ക് എഴുതുവിടുമെന്ന് എമിലി സങ്കല്പിച്ചതുകൂടിയില്ല. ആരോ തൻ്റെ മകനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ കുഞ്ഞു മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എമിലി അവൻ്റെ മുടിയിൽ തലോടി. എൻ്റെ മോൻ അമ്മയുടെ മോനല്ലേ? അമ്മയുടെ വയറ്റിൽ നിന്നുണ്ടായതല്ലേ? ശൗരി ഒന്നും മിണ്ടുന്നില്ല. താൻ പറഞ്ഞത് അവന് വിശ്വാസമായിട്ടില്ലെന്ന് എമിലിക്ക് തോന്നി. ആരാ പറഞ്ഞത് എൻ്റെ മോന് ഒരപ്പനുണ്ടെന്ന്? എമിലി ചോദിച്ചു. ചർമ്മിച്ചായൻ. എന്നാ പറഞ്ഞത്? അവൻ എമിലിയുടെ മുതുകിൽ ചൂണ്ടുവിരൽ കൊണ്ട് വെറുതെ മാന്തി. അവന് പറയാൻ മടിയുണ്ടെന്ന് അവൾക്ക് തോന്നി. നീ പറഞ്ഞോടെ മോനെ, അമ്മയോടല്ലേ? അമ്മയ്ക്ക് ദേഷ്യം വരുമോ? ഇല്ല, മോൻ പറഞ്ഞോ. സൈമൺ മുതലാളിയാ എൻ്റെ അപ്പനെന്ന്. പ്രതീക്ഷിച്ചതാണെങ്കിലും എമിലിയുടെ കരൾ കിടുകിടുത്തു. ആരോ ഒരു കരിമൂർക്കനെ എടുത്ത് തൻ്റെ കഴുത്തിൽ ചുറ്റിയ പോലെ തോന്നി. ശരിയാണോ അമ്മ? എമിലി ഉമിനീരിറക്കി. തൻ്റെ മറുപടിയിൽ കുരുങ്ങിക്കിടക്കാനുള്ളതാണ് അവൻ്റെ ഭാവി ജീവിതമെന്ന് അവൾക്ക് തോന്നി. അവൻ്റെ അഭിമാനവും ആത്മവിശ്വാസവും താൻ പോരുമയുമെല്ലാം ആ മറുപടിയുടെ അടിത്തട്ടിലാണ് ഉറപ്പിക്കേണ്ടത്. എന്നാൽ അവനോട് കള്ളം പറയാനും പാടില്ല. എൻ്റെ മോനെ അമ്മയ്ക്ക് തന്നത് യേശുവാണ് കേട്ടോ. എമിലി അവനെ കരവലയത്തിലൊതുക്കി അണച്ചു പിടിച്ചുകൊണ്ട് മന്ത്രിച്ചു. യേശുവാണ് എൻ്റെ മോൻ്റെ അപ്പൻ. ആര് ചോദിച്ചാലും മടിക്കാണ്ട് പറഞ്ഞോ. അതെവിടെയാ അമ്മ യേശു? എൻ്റെ മോനെ തന്നിട്ട് പോയി. വരും എന്നെങ്കിലും, എപ്പോഴെങ്കിലും. അമ്മ പറയുന്നതാണ് സത്യം. ജർമ്മിച്ചായൻ കള്ളം പറയില്ലെന്നാണ് ശൗരിയുടെ വിശ്വാസം. എന്നാലും ജർമ്മിച്ചായന് തെറ്റുപറ്റാം. പക്ഷേ അമ്മയ്ക്ക് തെറ്റുപറ്റില്ല. അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അമ്മയുടെ മുൻപിൽ വിൻസി തോറ്റുപോകുന്നതും കുഞ്ഞെണ്ണ തോറ്റുപോകുന്നതും അവൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ മുൻപിൽ സൈമൺ മുതലാളി തോറ്റുമടങ്ങിയതിനും പോലീസുകാർ ഉത്തരമില്ലാതെ തിരിച്ചു പോയതിനും ശൗരിക്കുട്ടി ദൃക്സാക്ഷിയായിരുന്നു. എൻ്റെ മോൻ അമ്മയോട് ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ചോദിക്കല്ല് കേട്ടാ. അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോവും. എമിലിയുടെ സ്വരത്തിൽ കണ്ണീരുപ്പും കൂടി കലർന്നു. ശൗരിക്കുട്ടി അമ്മയെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. ഇനിയൊരിക്കലും അവൻ അങ്ങനൊരു ചോദ്യം ചോദിക്കില്ല. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഡെന്നിച്ചൻ അങ്കണവാടിയിൽ നിന്ന് ഇനി 1-ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. ജാനറ്റ് 2-ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞു. ശൗരിക്കുട്ടിയെ അങ്കണവാടിയിൽ വിടാൻ എമിലി തീരുമാനിച്ചപ്പോൾ വിൻസി ആരോടൊന്നില്ലാതെ പറഞ്ഞു, അവന് പഠിക്കാനൊന്നും വിടണ്ട. അവന് കടലിൽ പോണതാ ഇഷ്ടം. അതെല്ലാവർക്കും അറിയാം. എഴുതാനും വായിക്കാനും പഠിക്കണ്ടേടി. കുഞ്ഞെണ്ണ മകളോട് വിയോജിച്ചു. 4-5 ക്ലാസ് പഠിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ തീരുമാനിക്കട്ടെ പഠിക്കണോ കടലിൽ പോണോന്ന്. എമിലി ആരോടും തർക്കത്തിന് നിന്നില്ല. അവൾക്ക് ചില തീരുമാനങ്ങളുണ്ട്. അത് അചഞ്ചലമാണ്. ശൗരിക്കുട്ടിയെ ഡെന്നിച്ചനും ജാനറ്റിനുമൊപ്പം അംഗീകരിക്കാനും സ്നേഹിക്കാനും ഈ വീട്ടിലാർക്കും കഴിയില്ലെന്ന് അവൾക്കറിയാം. അവനെ ഒപ്പം കൊണ്ടു നടക്കാൻ പോലും മറ്റുള്ളവർക്ക് മടിയാണ്. എന്നാൽ അവൻ്റെ സഹായം എല്ലാവർക്കും വേണം. റെജീന ഇത്തവണ എമിലിയെ കാണാൻ വന്നപ്പോൾ ഒരു മംഗളവാർത്ത കൊണ്ടുവന്നു. റെജീനയ്ക്ക് ഒരു കല്യാണാലോചന മുറുകി വരുന്നുണ്ട്. മിക്കവാറും അത് നടന്നേക്കും. പെണ്ണ് കാണലൊന്നും ഔദ്യോഗികമായി നടന്നിട്ടില്ല. എങ്കിലും ചെറുക്കൻ ഇതിനകം പലതവണ പെണ്ണിനെ കണ്ടു കഴിഞ്ഞു. ഗോവണിയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് KCM ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പാതിരപ്പള്ളിക്കാരനാണ് ചെറുക്കൻ. റെജീന നേഴ്സിനെ കണ്ട് അവനിഷ്ടമായി. റെജീനയോട് ഇഷ്ടം പറഞ്ഞപ്പോൾ വീട്ടുകാരുമായി ആലോചിക്കാൻ അവൾ നിർദ്ദേശിച്ചു. ആചാരപ്രകാരം ചടങ്ങുകളൊന്നും നടന്നിട്ടില്ലെങ്കിലും ഈ ആലോചന നടക്കാൻ സാധ്യതയുണ്ടെന്ന് റെജീന എമിലിയോട് പറഞ്ഞു. ചെറുക്കന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുണ്ടെന്നും കൂടി കേട്ടപ്പോൾ എമിലിക്ക് സന്തോഷമായി. നിന്റെ ജീവിതമെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി, എമിലി അനുജത്തിയോട് പറഞ്ഞു. 4 മണിക്ക് റെജീന തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞെണ്ണ വിൻസിയോട് പറഞ്ഞു, ഈ പിള്ളേരെയും വിളിച്ചോണ്ട് നീയും കൂടെ പോയി ഇതുങ്ങളുടെ മുടി വെട്ടിച്ചോണ്ട് വാ. സ്കൂള് തുറക്കാൻ പോകുക. ഡെന്നിച്ചിൻ്റെ തലമുടി കണ്ടോ, വളർന്ന് ചെമ്പിച്ച് ചെവി മൂടിക്കിടക്കണത്. ജാനറ്റിൻ്റെ തല നിറച്ച് പേന. ശൗരിക്കുട്ടിയും കൂടി കൊണ്ടുപോയിക്കോ. അവൻ്റെ തലമുടിയും വെട്ടാറായി. അവനെ അങ്കണവാടി വിടേണ്ടതല്ലേ. വിൻസി ശൗരിക്കുട്ടിയെ കൊണ്ടുപോകുന്നതിനെതിരെ മുറുമുറുത്തു. പക്ഷേ കുഞ്ഞെണ്ണ അവനെ കൂടി കൊണ്ടുപോകണമെന്ന് തന്നെ ശടിച്ചു. റെജീനയും വിൻസിയും കൂടി 3 പേരെയും കൂട്ടിക്കൊണ്ട് ജംഗ്ഷനിലേക്ക് പോയി. നീ പുറകിന് നടന്നാൽ മതി, ഞങ്ങളുടെ ഒപ്പം വരണ്ട, വിൻസി ശൗരിക്കുട്ടിയോട് പറഞ്ഞു. ജാനറ്റും ഡെന്നിച്ചനും റെജീനയുടെ ഇടത്തും വലത്തുമായി നടന്നു. ശൗരിക്കുട്ടി അവർക്കൊപ്പം ചെല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ വിൻസി അവൻ്റെ നേർക്ക് കണ്ണുരുട്ടി. നിന്നോട് ഞങ്ങളുടെ പുറകിൽ നിൽക്കാനല്ലേ പറഞ്ഞത്, പോ. ശൗരിക്കുട്ടി ഉദാസീനനായി അവരുടെ 10 അടി പിന്നിലായി ഒരു അധകൃതനെ പോലെ നടന്നു.
ജംഗ്ഷനിൽ വച്ച് റെജീന ജാനറ്റിനും ഡെന്നിച്ചനും മിഠായി വാങ്ങിക്കൊടുത്തു. ശൗര്യക്കുട്ടിക്ക് മിഠായി കൊടുത്തുമില്ല, അവനെ കൂടെ കൂട്ടിയുമില്ല. അവൻ ഒറ്റപ്പെട്ട് മാറി നിന്നു. ഇവള് ശൗര്യക്ക് കൊടുക്കും, ആരും കാണാതെ. ഡെന്നിച്ചൻ റെജീനയോട് പറഞ്ഞു. നേരാണോടി? റെജീന ജാനറ്റിനോട് കയർത്തു. ഇനി മേലാൽ കൊടുത്തു പോകരുത്. കൊടുത്തെന്നറിഞ്ഞ നിനക്കിനി ഒരിക്കലും മിഠായി വാങ്ങിത്തരില്ല. ആ ഭീഷണി ഏറ്റു. ജാനറ്റ് മിഠായി ഒന്നും കരുതി വയ്ക്കാതെ എല്ലാം തിന്നു തീർത്തു. റെജീനയ്ക്ക് പോകാനുള്ള ബസ് വന്നപ്പോൾ അവൾ വിൻസിയോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് അതിൽ കയറിപ്പോയി. വിൻസി ജാനറ്റിനെയും ഡെന്നിച്ചനെയും കൂട്ടി ബാർബർ ഷോപ്പിലെത്തി. ആദ്യം ജാനറ്റിൻ്റെ മുടി വെട്ടിച്ചു, അതിനുശേഷം ഡെന്നിച്ചൻ്റെ. ഈ സമയം അത്രയും അവൾ ശൗര്യക്കുട്ടിയെ ബാർബർ ഷോപ്പിൻ്റെ വെളിയിൽ നിർത്തി. ഡെന്നിച്ചൻ്റെ മുടിയും വെട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ശൗര്യക്കുട്ടിയെ വിളിച്ച് മുടി വെട്ടിക്കാൻ കയറ്റിവിട്ടു. അതിനുശേഷം ജാനറ്റിനെയും ഡെന്നിച്ചനെയും കൂട്ടി സമീപത്തുള്ള ബേക്കറിയിൽ കയറി അവർക്ക് ലഡുവും സർബത്തും വാങ്ങിക്കൊടുത്തു. ഡെന്നിച്ചൻ ഒരു ജിലേബി കൂടി വാങ്ങി. ശൗര്യക്കുട്ടി മുടി വെട്ടിക്കൽ കഴിഞ്ഞ് തിരികെ വരുന്നതുവരെ അവൻ ജിലേബി തിന്നാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. ശൗര്യക്കുട്ടി ബേക്കറിയുടെ വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കി. ഇങ്ങോട്ട് കയറണ്ട, അവിടെ നിന്നാൽ മതി. വിൻസി അവനെ ശാസിച്ചു. ഡെന്നിച്ചൻ ശൗര്യക്കുട്ടിയുടെ മുന്നിൽ നിന്ന് ജിലേബി കടിച്ചു തിന്നു. ഹായ്, നല്ല മധുരം. അവൻ ശൗര്യക്കുട്ടിയെ പാതി തിന്ന ജിലേബി ഉയർത്തിക്കാട്ടി. ഞങ്ങൾ സർബത്തും കുടിച്ചു. അവൻ ശൗര്യക്കുട്ടിയെ കൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ലഡുവും തിന്നു. ആ കൊച്ചിന് സർബത്തെടുക്കണോ? ബേക്കറിക്കാരൻ വിൻസിയോട് ചോദിച്ചു. വേണ്ട, വിൻസി പറഞ്ഞു. അത് നിങ്ങളുടെ കൂടെ ഉള്ളതല്ലേ? അല്ല, വേറെയാ. വിൻസി ബാർബർ ഷോപ്പിൽ ചെന്ന് മുടി വെട്ടിയതിൻ്റെ ചാർജ് കൊടുത്തു. ഈ സമയം അത്രയും ശൗര്യക്കുട്ടി ബേക്കറിയുടെ വാതിൽക്കൽ തലയും താഴ്ത്തി നിന്നു. അവന് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. ആരോടും ഒന്നും മിണ്ടാതെ കൺമുന്നിൽ കാണുന്ന റോഡിൽ കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് അവൻ വിചാരിച്ചു. ഒരിക്കലും ആരൊക്കെ വിളിച്ചാലും തിരിച്ചു വരരുത് എന്ന് നിശ്ചയിച്ചു. പക്ഷേ അമ്മയെ ഓർത്തപ്പോൾ അവന് അതിന് മനസ്സ് വന്നില്ല. അമ്മ, ശൗര്യക്കുട്ടി മോനെ, നീ എവിടെയാ എന്ന് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമെന്ന് അവനറിയാം. എന്നെങ്കിലും ഒരിക്കൽ ഇവരുടെയെല്ലാം മുന്നിൽ വെച്ച് താൻ വയറ് നിറച്ച് സർബത്ത് കുടിക്കുകയും ലഡുവും ജിലേബിയും കറുമുറെ കടിച്ചു തിന്നുകയും പോക്കറ്റുകളിൽ മിഠായികൾ വാരി നിറച്ചുകൊണ്ട് റോഡിലൂടെ ഉല്ലാസത്തോടെ നടന്നു പോവുകയും ചെയ്യുമെന്ന് അവൻ ദൃഢനിശ്ചയമെടുത്തു. അപ്പോൾ അവന് ആശ്വാസം തോന്നി. അധ്യായം 18. ശൗര്യക്കുട്ടിയുടെ തല കണ്ട് എമിലി ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. പറ്റെ വെട്ടിയിരിക്കുന്നു. മൊട്ടയടിച്ചില്ല എന്നൊരു വ്യത്യാസം മാത്രം. എമിലി ഉടൻ വിൻസിയെ വിളിച്ചു ചോദിച്ചു. ഇവൻ്റെ തലയെന്തിനാടി മൊട്ടയടിച്ച്? മൊട്ടയടിച്ചതല്ല, നീളം കുറച്ച് വെട്ടിയാക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. വിൻസി പറഞ്ഞു. നീ കണ്ടില്ലായിരുന്നോ ബാർബർ ഇവൻ്റെ മുടി വെട്ടുന്നേ? ഡെന്നിച്ചന് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ പിള്ളേരെയും കൂട്ടി ബേക്കറിയിലോട്ട് പോയി സർബത്ത് മേടിച്ചു കൊടുക്കാൻ. നിനക്ക് പറഞ്ഞിട്ട് പോകാൻ വയ്യായിരുന്നോ ഇത്രയും പറ്റ വെട്ടരുതെന്ന്? ഞാൻ ഓർത്തോ ആ ബാർബർ ഇങ്ങനെ ചെയ്യുമെന്ന്? നീ പറയാതെ അയാളത് ചെയ്യൂല, ഒരു ബാർബറും ചെയ്യൂല. നീളം കുറച്ച് വെട്ടാൻ പറഞ്ഞതിന് അയാൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുമെന്ന് ആരറിഞ്ഞു? എന്നിട്ട് നീ ചോദിച്ചില്ലേ അയാളോട് എന്തിനാ ഇങ്ങനെ വെട്ടിയെന്ന്? എമിലി ചോദിച്ചു. പിന്നെ ചോദിച്ചിട്ടെന്താ കാര്യം? മുടി മുറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ, വിൻസി വാദിച്ചു. കുഴപ്പമില്ല എമിലി, ഇത്തിരി കുറ്റിത്തലമുടിയാണെന്നല്ലേ ഉള്ളൂ. ശൗര്യക്കുട്ടിക്ക് ഇതും ഇണങ്ങുന്നുണ്ട്. ഒരു കൊച്ചു റൗഡിയെപ്പോലെ തോന്നും. കുഞ്ഞന്ന സംഭവം ഒന്ന് ലഘൂകരിക്കാനായി പറഞ്ഞു. അമ്മേ, ഡെന്നിച്ചൻ്റെ മുടിയും ഇങ്ങനെ വെട്ടിയതെങ്കിൽ കുഴപ്പമില്ല. അവൻ്റെ മുടി നന്നായിട്ട് വെട്ടിച്ചു. അവൾ നീളം കുറയ്ക്കണമെന്നും പറഞ്ഞില്ല, വണ്ണം കുറയ്ക്കണമെന്നും പറഞ്ഞില്ല. ശൗര്യക്കുട്ടിയുടെ മുടി മുറിച്ച നേരത്ത് അവൾക്ക് എന്നത്തിൻ്റെ സൂക്കേടായിരുന്നു? നീളം കുറയ്ക്കണമെന്ന് പറയാഞ്ഞിട്ട് ശൗര്യയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് പറഞ്ഞതാണോ അവൾ? അതിനൊരു ഉത്തരം പറയാൻ കുഞ്ഞണ്ണയ്ക്ക് കഴിഞ്ഞില്ല. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എടി എമിലി, മുടിയല്ലേ, അത് പെട്ടെന്ന് വളർന്നോളും. മുടി വളരും, എനിക്കറിയാം. അവിടെ കയ്യിലിരിപ്പോ അതിനെന്തെങ്കിലും മാറ്റം വരുമോ? കൊച്ചിൻ്റെ തല കാണിച്ചു വച്ചിരിക്കുന്നത്. ആരും ചോദിക്കാനില്ലെങ്കിൽ അവൾ അവൻ്റെ കഴുത്തും കൂടി വെട്ടാൻ പറയുമല്ലോ. എമിലിയുടെ രോഷം അടങ്ങുന്നില്ല. ശൗര്യക്കുട്ടിയാണെങ്കിൽ ഉദാസീനായി തലയും കുനിച്ച് തിണ്ണയിലിരിപ്പാണ്. അവനെന്ത് സങ്കടമായി കാണും. ഇരിപ്പ് കണ്ടില്ലേ? അവൻ അറിഞ്ഞുകൂടിയില്ല, വിൻസി പറഞ്ഞു. പിന്നെന്തിനാ അവൻ കെറിവിച്ചിരിക്കുന്നേ? അതോ അമ്മേ, അതുണ്ടല്ലോ. ജാനറ്റ് പറയാൻ ഭാവിച്ചപ്പോഴേക്കും വിൻസി അവളെ കണ്ണടച്ച് കാണിച്ചു. ഡെന്നിച്ചനും കാര്യം മനസ്സിലായി. എനിക്കറിയാം, അവനൊന്ന് തുള്ളിച്ചാടി. നിനക്കൊന്നും അറിയത്തില്ല, പോ, വിൻസി അവനെ ശാസിച്ചു. എന്താടി കാര്യം? എമിലി ജാനറ്റിനോട് ശാസനാസ്വരത്തിൽ ചോദിച്ചു. അമ്മയെയും വിൻസിയെയും ഇടം കണ്ണിട്ട് നോക്കിയിട്ട് അവൾ പറഞ്ഞു.
ശൗരിക്കുട്ടിക്ക് സർബത്ത് കൊടുക്കാഞ്ഞിട്ടാ. എമിലിയുടെ നെറ്റി ചുളിഞ്ഞു. അവന് സർബത്ത് വാങ്ങിക്കൊടുത്തില്ലേ? സർബത്തും കൊടുത്തില്ല, ലഡുവും കൊടുത്തില്ല, ജിലേബിയും കൊടുത്തില്ല, ഡെന്നിച്ചൻ ഉത്സാഹത്തോടെ ബോധിപ്പിച്ചു. എമിലിയുടെ നോട്ടം വിൻസിയുടെ നേർക്ക് തിരിഞ്ഞു. അതെന്താടി നീ അങ്ങനെ ചെയ്തേ? വിൻസി ഒന്ന് പതറി. ആ നേരത്ത് അവൻ്റെ മുടി വെട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഡെന്നിച്ചന് സർബത്ത് വേണമെന്ന് പറഞ്ഞ വലിയ ബഹളം. സർബത്ത് വാങ്ങിക്കൊടുത്തപ്പോൾ അവൻ ലഡുവും ജിലേബിയും വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നാണക്കേടല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാ. നീ ശൗരിക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്തോന്നാ ചോദിച്ചേ? അതല്ലേ ആദ്യമേ പറഞ്ഞത്. ആ നേരത്ത് അവൻ്റെ മുടി വെട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നെന്ന്. അത് കഴിഞ്ഞപ്പോൾ നീ വാങ്ങിച്ചു കൊടുത്തോ? അപ്പോഴേക്കും ഞങ്ങൾ ബേക്കറി കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ? ഇനി എൻ്റെ കടയിൽ കയറിപ്പോരുതെന്ന് ബേക്കറിക്കാരൻ നിൻ്റെ അടുത്ത് പറഞ്ഞോ? ശൗരിക്കുട്ടി സർബത്ത് വേണമെന്ന് പറഞ്ഞേയില്ല. ഞാൻ വിചാരിച്ചു വേണ്ടായിരിക്കുമെന്ന്. നീ അവൻ്റെ അടുത്ത് ചോദിച്ചോ വേണമെന്ന്? വേണമെങ്കിൽ പറയണ്ടേ? ഡെന്നിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ വാങ്ങിച്ചു കൊടുത്തേ. എനിക്ക് മനസ്സിലായിടി. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയുമല്ലല്ലോ കാണുന്നേ. ആ കണക്കായിപ്പോയി. ശൗരിക്ക് സർബത്തും ജിലേബിയും വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി എന്നെ കാശൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. പിന്നെന്താ? നീ അനുഭവിക്കുമെടി. ഈ കൊച്ചിനോട് ചെയ്യുന്ന നീതികേടിന് നീ എണ്ണി എണ്ണി അനുഭവിക്കും. അവസാനം അവൻ്റെ മുമ്പിൽ നീ കൈനീട്ടേണ്ടി വരും ഒരു സഹായത്തിന്. എൻ്റെ പട്ടി കൈനീട്ടും അവൻ്റെ മുമ്പിൽ. അന്ന് ഞാൻ തന്നെത്താൻ ഞെരടിച്ചാകും. അതും പറഞ്ഞ് വിൻസി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. എമിലി ശൗരിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ കുറ്റിത്തലമുടിയിൽ തലോടി. എൻ്റെ ശൗരിക്കുട്ടിക്ക് അമ്മ വാങ്ങിത്തരുമല്ലോ സർബത്തും ജിലേബിയും ലഡും. അടുത്ത പെരുന്നാൾ വരട്ടെ. ശൗരിക്കുട്ടിക്ക് അത്രയും മതി. അവൻ്റെ സങ്കടമെല്ലാം പോയി. എമിലി അവനെ കുളിപ്പിച്ച് അലക്കി ഉണക്കിയ നിക്കറും ബനിയനും ഇടുവിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ശൗരിക്കുട്ടിക്ക് തൻ്റെ തലയുടെ രൂപം മനസ്സിലായത്. ബാർബർ ഷോപ്പിൽ വെച്ച് അവന് കണ്ണാടിയിൽ നോക്കണമെന്ന് തോന്നിയതുകൂടിയില്ല. ഇടത് കൈയിൽ മുഖക്കണ്ണാടി പിടിച്ച് അവൻ ചാഞ്ഞും ചരിഞ്ഞും നോക്കി. ഒരു മൊട്ടത്തല. അതിലൂടെ കൈ ഓടിച്ചപ്പോൾ ഉള്ളം കൈയിൽ അരം കൊള്ളുന്ന പോലൊരു രസം. ശൗരി കടപ്പുറത്ത് ചെന്നപ്പോൾ അവനെ ആരൊക്കെയോ മൊട്ടത്തലയ എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ച മുതിർന്നവരുടെ നേർക്ക് അവൻ മുഖം കറുപ്പിച്ചു. അയൽക്കാരായ ചില കുട്ടികൾ മൊട്ടത്തലയ എന്ന് വിളിച്ചപ്പോൾ അവൻ പോടാ പട്ടി എന്ന് തിരിച്ചു വിളിച്ചു. ഡെന്നിച്ചൻ്റെ മൊട്ടത്തലയൻ വിളിക്കും അവൻ അങ്ങനെ തന്നെ മറുപടി നൽകി. മറിയമ്മ മകൻ റോളിയെയും കൂട്ടി എമിലിയുടെ അടുക്കൽ പരാതിയുമായിട്ട് ചെന്നു. റോളിയെ ശൗരി പട്ടി എന്ന് വിളിച്ചത്രേ. റോളിക്ക് ശൗരിയുടെ ഇരട്ടിയിലധികം പ്രായമുണ്ട്. റോളിച്ചേട്ടായി എന്ന് മാത്രമേ ശൗരി ഇതിനു മുൻപ് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ബഹുമാനിക്കേണ്ട റോളിയെ ശൗരി പട്ടി എന്ന് വിളിച്ചെങ്കിൽ അത് നല്ല കീഴ്വഴക്കമല്ല, മുളയിലെ നുള്ളണം. ഇതാണ് മറിയമ്മയുടെ ആവശ്യം. നീ റോളിച്ചേട്ടായിയെ പട്ടിയെന്ന് വിളിച്ചോടാ? എമിലി ശൗരിയെ വിളിച്ചു ചോദിച്ചു. വിളിച്ചു. ശൗരി കുറ്റം സമ്മതിച്ചു. എന്തിനാ അങ്ങനെ വിളിച്ചേ? എന്നെ മൊട്ടത്തലയാന്ന് വിളിച്ചിട്ടാ. അതെന്തിനാ റോളി നീ അങ്ങനെ വിളിച്ചേ? എമിലി ചോദിച്ചു. അങ്ങനെ വിളിച്ചാൽ എന്നാ തെറ്റ്? മറിയമ്മ ചോദിച്ചു. ഇവൻ്റെ തല മൊട്ടത്തലയാണല്ലോ. പക്ഷേ റോളി പട്ടിയാണോ? അല്ല. സംഭവം ശരിയാണ്. ശൗരിയുടെ തല കണ്ടാൽ ആരും മൊട്ടത്തലയ എന്ന് കളിയാക്കി വിളിച്ചു പോകും. 2 ആഴ്ചത്തെ പ്രശ്നമേയുള്ളൂ. അപ്പോഴേക്കും മുടി വളരും. അതിൻ്റെ പേരിൽ എന്തിന് അയൽക്കാരുമായി വഴക്ക് എന്ന ചിന്തയിൽ എമിലി ശൗരിയെ ശകാരിച്ചു. ഇനി നീ അവനെ പട്ടിയെന്ന് വിളിക്കരുത്. എന്നെയും വിളിച്ചു പട്ടിയെന്ന്. അതോടെ എമിലി ഒരു ആജീവനാന്ത വിലക്ക് കൽപ്പിച്ചു. ഇനി ആരെയും പട്ടിയെന്ന് വിളിക്കല്ല. ഒരാളും വിളിക്കണ്ട. അങ്ങനെ കേട്ട അന്ന് നിന്റെ തുട ഞാൻ അടിച്ചു പൊട്ടിക്കും. അടുത്ത നിമിഷം ശൗരി ഒറ്റ അലർച്ച. എടാ പട്ടി പട്ടി. എമിലി ഞെട്ടിപ്പോയി. എല്ലാവരും ശൗരിയെ നോക്കി. ശൗരി പല്ല് കടിച്ച് ചീറിക്കൊണ്ട് റോളിയുടെ അടുത്തേക്ക് ചെന്നു. എടാ പട്ടി. റോളിയുടെ വീട്ടിലെ പട്ടി റോളിയുടെ കാൽച്ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ നേർക്കാണ് ശൗരിയുടെ അലർച്ച. ശൗരിക്കുട്ടിയെ പരിചയമുള്ളതുകൊണ്ട് ആദ്യം അത് വാലാട്ടി സൗഹൃദം പ്രകടിപ്പിച്ചു. പക്ഷെ ശൗരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സംഗതി അത്ര പന്തിയല്ലെന്ന് പട്ടിക്ക് തോന്നി. പട്ടിയുടെ നേർക്ക് ആക്രോശിക്കുകയാണ് ശൗരി. എടാ പട്ടി, പോടാ പട്ടി, പോടാ പട്ടി, പട്ടിപ്പട്ടി. പട്ടി 2 ചുവട് പിന്നോക്കം നീങ്ങി. പിന്നെയും ശൗരി ചെല്ലുന്നത് കണ്ട് തിരിഞ്ഞ് അല്പം വേഗത്തിൽ നടന്നു. അപ്പോഴും അലറിക്കൊണ്ട് ശൗരി പിന്നാലെ ചെന്നു. റോളിയുടെ പട്ടി ഓട്ടം പിടിച്ചു. അത് നോക്കി അന്തം വിട്ടു നിന്ന മറിയമ്മ മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു. അവൻ്റെ കലി കണ്ട. പട്ടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല. അടുത്ത ദിവസം റോളിയും ഡെന്നിച്ചനും ടോണിയും സെറ്റുകൂടി ശൗരിക്കുട്ടിക്കെതിരെ പരാതിയുമായി വന്നു. ഞങ്ങളെ ശൗരിക്കുട്ടി പിന്നെയും വിളിച്ചു. ടോണി പറഞ്ഞു. പട്ടിയെന്ന് വിളിച്ചോ? എമിലി തിരക്കി. പട്ടിയെന്ന് വിളിച്ചില്ല. പിന്നെ? പോട പട്ടാന്ന്. എല്ലാവരെയും ഇപ്പം അങ്ങനെ വിളിക്കുന്നേ, പട്ടാന്ന്. പട്ടയോ? എമിലിക്ക് തമാശ തോന്നി.
എന്നു വെച്ചാൽ എന്താ? ആ, ഞങ്ങൾക്കറിയൂല. ഡെന്നിച്ചിനെയും പട്ടാന്ന് വിളിച്ചു. അപ്പോഴേക്കും അവർക്ക് പിൻബലമായി മറിയാമ്മയും എത്തി. അത് അവൻ കരുതിക്കൂട്ടി വിളിക്കുന്നത് എമിലി. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പട്ടാന്ന് വെച്ചാൽ എന്താ? ആനയ്ക്ക് കൊടുക്കണ തീറ്റിക്ക് പട്ട എന്ന് പറയാറുണ്ട്. അരയ്ക്ക് കെട്ടണ വള്ളിക്ക് പട്ട എന്ന് പറയും. പിന്നെ കുടിക്കണ ചാരായത്തിനും പട്ട എന്ന് പറയായിരുന്നു. അതിപ്പോൾ ഇല്ലല്ലോ. അവൻ മനഃപൂർവ്വം വിളിക്കണത് എമിലി. പട്ടീന്ന് തന്നെയാ അവൻ വിളിക്കണേ. പട്ടീന്ന് വിളിക്കല്ലെന്ന് എമിലി വിലക്കിയത് കാരണം അവൻ പട്ടിയുടെ വള്ളി എടുത്തു കളഞ്ഞു. അത്രയേ ഉള്ളൂ. വിളി പട്ടീന്ന് തന്നെയാ. അവൻ്റെ കള്ളസൂത്രം അത്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും നിൽക്കല്ലേ ചേച്ചി. ഓരോ വാക്കിന് വള്ളിയും പുള്ളിയും ഒക്കെ വെച്ചേക്കണത് അതിന് അർത്ഥം കിട്ടാൻ വേണ്ടിയാ. വള്ളിയും പുള്ളിയും ഇല്ലാത്ത വാക്കിന് ഓരോരോ അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നാൽ എനിക്കൊന്നും പറയാനില്ല. അവനെ മൊട്ടേന്ന് വിളിച്ചിട്ടാണല്ലോ അവൻ പട്ടേന്ന് വിളിക്കണത്, അല്ലേ? ചേച്ചിക്ക് വേറെ ഒരു പണിയില്ലേ? മറിയമ്മയ്ക്ക് ഒന്നും പറയാനില്ല. വള്ളിയില്ലാത്ത വാക്കിന് ന്യായവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ പോയിക്കഴിഞ്ഞ ശേഷം എമിലി ശൗര്യയെ വിളിച്ചു ചോദിച്ചു, എന്താടാ പട്ടാന്ന് വെച്ചാ? ആ, അതും അവന് അറിഞ്ഞുകൂടാത്രേ. നിന്റെ സൂത്രം ആർക്കും അറിഞ്ഞുകൂടാന്ന് വിചാരിക്കണ്ടാട്ടോ. പട്ട. ശൗരി കാറ്റത്തിളകുന്ന കരിയിലകളെ നോക്കി കൈകൾ പിറകിൽ കെട്ടി നിന്നു. അടുത്ത ഭാഗം നാളെ.